thank you for everyone coming over and seeing this on a Sunday evening. Not a good time anyway. But I think I'll try to make it a bit more shorter because basically the whole talk was supposed to be on stress. അപ്പം സ്ട്രെസ് എന്ന് പറയുമ്പം ഫസ്റ്റ് ആയിട്ട് ആലോചിക്കുന്നത് നമ്മൾ ദർ ഇസ് നോ വൺ ഹിയർ വിതൗട്ട് സ്ട്രെസ്. അപ്പം ഈ നോ വൺ ഹിയർ വിതൗട്ട് സ്ട്രെസ് ഉണ്ടാകുമ്പം വൈ ഓൺലി സം പീപ്പിൾ ഹാവ് സ്ട്രെസ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. അപ്പം ദേ ടേക്ക് ഇറ്റ് സോ പേഴ്സണലി. ബേസിക്കലി ഐ വുഡ് സേ ദാറ്റ് ഇഫ് യു ഫീൽ if you want to achieve perfection, you want to be stressed. Like ഞാൻ ഒരു കൊറോണറി സർജറി ബൈപ്പാസ് സർജറി കഴിഞ്ഞ് ട്രെയിനിങ് കഴിഞ്ഞിട്ട് ഓസ്ട്രേലിയയിൽ നിന്ന് വരുമ്പം ഓഫ് പമ്പ് സർജറി എന്ന് പറഞ്ഞ സാധനം ഞാൻ ചെയ്തിട്ടേ ഇല്ല. പക്ഷെ ഇവിടെ വന്നിട്ട് ഐ വാണ്ടഡ് ടു ഡു സംതിങ്, സോ ഐ വാസ് സോ സ്ട്രെസ്ഡ്. ബട്ട് ദെൻ ഐ ഹാഡ് ടു കം ഔട്ട് ഓഫ് ഇറ്റ് ടു തിങ്ക് ദാറ്റ് ഐ ഷുഡ് ബി ഏബിൾ ടു ഡു ഇറ്റ് വിതൗട്ട് മച്ച് ഓഫ് എൻ ഇഷ്യൂ. അപ്പം ആ സ്ട്രെസ് നമുക്ക് എങ്ങനെ റിലീവ് ചെയ്യാൻ പറ്റും? അപ്പൊ നിങ്ങൾക്ക് നിങ്ങളെ അഡ്വക്കേറ്റ്സിന്റെ ഫീൽഡ് ഒരു കേസ് വരുമ്പം യു ആർ ഓൾ സ്ട്രെസ്ഡ്. യു വോണ്ട് ടു അച്ചീവ് ആൻഡ് ഗെറ്റ് എവറിഥിങ് ടുഗെദർ ആൻഡ് ഗെറ്റ് ദറ്റ് പേഴ്സൺ ഔട്ട് ഓഫ് ദ കോർട്ട്. സോ അതൊക്കെയാണല്ലോ നിങ്ങളുടെ സ്ട്രെസ്. അതേമാതിരി എല്ലാവരും ഇതിലും പ്രൊഫഷണൽ സ്ട്രെസ് ഉണ്ടാവുമ്പം എനിക്ക് പറയാനുള്ള ഇത്രേ ഉള്ളൂ, നമുക്ക് മനസ്സിലാക്കേണ്ട വാട്ട് എവർ യു ഡു ഇറ്റ്സ് ഓക്കെ എന്നുള്ള ലെവലിൽ എത്താൻ വെച്ചാൽ യു ആർ നോട്ട് സോ മച്ച് സ്ട്രെസ്. സോ ഇത് പറഞ്ഞിട്ട് ഇമ്പോർട്ടന്റ് തിങ് ഈസ് ജസ്റ്റ് ടു ഇൻഫോം യു ദാറ്റ് ഇൻ ബിറ്റ്വീൻ നിങ്ങൾക്ക് ഒരു ചോദ്യം ചോദിക്കാൻ വെച്ചാൽ അത് ഇറ്റ്സ് വെൽക്കം. ഐ എം നോട്ട് ഇതൊരു ഡയഡാറ്റിക് ലെക്ചർ ആയിട്ട് I don't expect to do. This is just a casual talk which I would like to talk in such a way that you are able to ask me questions and I'll be able to answer. ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരേണ്ടത് എന്താ വെച്ചാൽ, എനിക്കിത് ഫസ്റ്റ് സ്ട്രെസ് എന്ന് പറഞ്ഞ സാധനം ഞാൻ ഢാക്ക ബംഗ്ലാദേശിൽ ആദ്യം പോയപ്പം ഞങ്ങൾക്ക് ഒരു ടീം ഓഫ് 20 നഴ്സസും അല്ല 20 ഡോക്ടേഴ്സും ഒരു 100 നഴ്സസിനും ഢാക്കയിൽ ഞങ്ങൾ പോയി സ്റ്റാർട്ട് ചെയ്യാനുള്ള തലേന്ന് ആ ഹോസ്പിറ്റലിലെ ചെയർമാൻ ഒരു ഡിസ്കഷനിൽ, ഞാൻ ആ മുറിയിൽ ഇരിക്കുന്നുണ്ട്, ആ ഡിസ്കഷനിൽ പുള്ളിക്ക് പെട്ടെന്ന് എന്തോ ഒരു ടെൻഷൻ അടിച്ചിട്ട് മേശപ്പുറത്തൊരു അടി അടിച്ച് അതോടെ അയാൾ കാർഡിയക് അറസ്റ്റ് അടിച്ചു. അപ്പൊ ഞാൻ മുന്നിലുണ്ടായ ഒരാള് അപ്പം ഇയാൾ കൊളാപ്സ് ചെയ്ത് അന്ന് തന്നെ അയാളെ നെഞ്ഞിലൊരു തമ്പ് ചെയ്ത് കാർഡിയക് മസാജ് ചെയ്ത് അയാളെ റിലീവ് ചെയ്ത് അയാള് ഇപ്പൊ അത് 1999 ഇന്ന് ലൈക്ക് ഈ കൊല്ലം ആണ് അയാൾ മരിച്ചത് അത് കഴിഞ്ഞിട്ട്. സോ പക്ഷെ അന്ന് നമ്മളെ ആ ഇമ്പോർട്ടന്റ് തിങ് എന്താ വെച്ചാൽ ഞങ്ങൾ ഇയാളെ ജീവിപ്പിച്ചില്ലെങ്കിൽ ഞങ്ങളെല്ലാവരും തിരിച്ചുകൊണ്ട് വരും വേണം. സോ ദാറ്റ്സ് എ മേജർ തിങ്. അപ്പൊ ഞങ്ങളെ സ്ട്രെസ് വാസ് സോ മച്ച് ഐ കുഡ്ന്റ് ബിലീവ് ഇറ്റ്. ഇയാൾ മരിച്ചു, ഐ കുഡ്ന്റ് ബിലീവ്. പെട്ടെന്ന് അയാൾ കാർഡിയക് അറസ്റ്റ് അടിച്ച് അയാൾ പൾസില്ല. അപ്പൊ നമ്മളെ CPR എന്ന് പറഞ്ഞ സംഭവം നമുക്ക് ചെയ്യാൻ പറ്റിയെന്നുള്ളതും അപ്പൊ തന്നെ നമ്മളെ കാത്ത് ലാബ് അതുവരെയ്ക്കും ഞങ്ങൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ കാത്ത് ലാബിന്റെ ഫസ്റ്റ് ഇഞ്ചക്ഷൻ ആൻജിയോഗ്രാം ചെയ്ത് നോക്കിയത് ഇയാളെ വെച്ചിട്ടാണ്. നോക്കിപ്പെട്ട് അയാളെ റൈറ്റ് കോർണറിൽ ബ്ലോക്ക് ആയി പോയി. അപ്പൊ അതിന് തുറക്കാൻ പറ്റിയ. സോ ദിസ് ആർ ഓൾ എല്ലാം പറഞ്ഞു ഇയാളിപ്പോഴും പറയാം അതൊരു നിമിത്താണെന്ന് പറയാം. പക്ഷെ ഐ വാസ് സിറ്റിംഗ് ദർ. ഞാൻ അവിടെ ഇരിക്കേണ്ട ആവശ്യമില്ല. ഇതൊരു സൺഡേയാ. അല്ല സൺഡേ അല്ല, അവിടുത്തെ സാറ്റർഡേ, അവിടുത്തെ ഫ്രൈഡേ സാറ്റർഡേ ആണ് ഓഫ്. അപ്പോ സാറ്റർഡേ ഞാൻ ഇരിക്കുമ്പോൾ ഇത് നടക്കുന്നത്, ഇയാൾ അറസ്റ്റ്. അപ്പൊ ആ സ്ട്രെസ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ വാട്ട് ഈസ്, ആൾക്കാരോട് ഞാൻ എപ്പോഴും പറഞ്ഞത് എന്താ, വാട്ട് ഈസ് ദ ബെസ്റ്റ് എക്സസൈസ് യു കെൻ ഡു ഈസ് ടു വാക്ക് അവേ. Walk away from all those things that causes stress to you. അതാണ് ബെസ്റ്റ് എക്സസൈസ്. നമ്മളൊരു 10 കിലോമീറ്റർ നടക്കണമല്ല ബെസ്റ്റ് എക്സസൈസ്. Get away from things that cause tension to you. Get away from issues that causes tension. ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നെങ്കിൽ തന്നെ നമ്മളെ എക്സസൈസ് പൂർണ്ണമായി. പിന്നെ വരുമ്പോ ഇത് ഇപ്പൊ നമ്മൾ സ്ട്രെസ് കാരണമാണ് ഇങ്ങനെ സംഭവിച്ചെന്ന് പറയുന്നത് കാര്യം ഒന്ന് ശരി. പക്ഷെ എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന എന്റെ ഡ്രൈവറിന് ഒരു ദിവസം രാത്രി പെട്ടെന്ന് ഞങ്ങള് ഡിന്നറൊക്കെ കഴിഞ്ഞിരിക്കുമ്പോൾ അയാൾ വേറെ വീട്ടിലാണ് ഞങ്ങള്. അപ്പൊ രാത്രി 12 മണിക്ക് ഞങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് കൊണ്ടുപോയതിന് ശേഷം മുപ്പര് പറയാം, സാറേ ഞാൻ അവിടെ ഇരിക്കുമ്പോൾ എനിക്കൊരു വൈകുന്നേരം ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് വന്ന് അപ്പൊ ഞാനൊരു ചായ കുടിച്ചു. അപ്പം പോയി. അപ്പം പിന്നെയും കുറച്ച് ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് പിന്നെയും എനിക്കൊരു ബുദ്ധിമുട്ട് വന്നപ്പോ ഞാൻ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചു. അപ്പം അത് അപ്പോഴും പോയി എന്ന് പറഞ്ഞു. പിന്നെയും വന്നു. അപ്പൊ ഞാൻ പോയിട്ട് ഒരു സിഗരറ്റ് അടിച്ചു. അപ്പോഴും പോയി. എന്നിട്ട് ഇതൊക്കെ പറഞ്ഞത് എന്നോട് പറഞ്ഞില്ല. ഞാൻ എന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് എന്റെ ഡൈനിങ് ടേബിളിൽ വന്നിരുന്നപ്പോ ഇതൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഇതൊരു 12 മണി. അപ്പൊ ഞാൻ പറഞ്ഞു നീ ഒരു കുറച്ചു നേരം വെയിറ്റ് ചെയ്യും, ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ പുള്ളി നടന്ന് പുറത്തേക്ക് പോയി ഉടനെ അതേ സ്പീഡിൽ സാർ അതേ വരുന്നത്. അപ്പം അപ്പൊ തന്നെ ഞാൻ വണ്ടി എടുത്ത് ഇങ്ങോട്ട് അപ്പോഴേക്കും ഈ മൈത്രയിൽ ഉണ്ടാവും പോണത് ഒരു 1-2 കൊല്ലായി. അപ്പം ഞാൻ കാറിൽ അയാളെ ഇരുത്തി ഞാൻ ഇവിടെ കൊണ്ടുവന്ന് എനിക്ക്
ഇയാളെ അപ്പൊ ചെസ്റ്റ് പെയിൻ വരുന്നു കൂടുണ്ട്. അപ്പോഴത്തേക്കും ഞാൻ അവിടെ ഹോസ്പിറ്റലിൽ വിളിക്കുന്നു, ഞാൻ ഓൺലൈൻ ഇങ്ങനെ വിളിച്ചിട്ട് പറയുന്നു കാത്തലാബ് റെഡിയാക്ക്. ഷുവറാണ് അയാളെ എം ഐ ആവുന്നില്ലത്. അപ്പൊ നേരെ കാത്തലാബിൽ കൊണ്ടുപോയി നോക്കുമ്പോൾ അയാളെ ഹാർട്ടിന്റെ മുന്നത്തെ രക്തക്കുഴലിൽ ഇങ്ങനെ ബ്ലോക്ക് ആയോണ്ടിരിക്കുന്നത്. തുറന്ന കാരണം അയാളെ ബാക്കി മസിൽ ഇപ്പൊ 2 കൊല്ലം കഴിഞ്ഞിട്ടും ഇപ്പോഴും ഹീസ് വിത്ത് മീ. തിങ് ടു സേ ഈസ്, നിങ്ങൾക്ക് ആവശ്യമുള്ളത് മനസ്സിലാക്കാം. ഇത് മിക്കവാറും ആൾക്കാർ എന്താ പറയാച്ച, ഇത് നമ്മൾ വീട്ടിൽ രാത്രി കിടക്കുമ്പോ അപ്പൊ ഇയാൾക്ക് ഒരു സ്ട്രെസ്സും ഇല്ല. ഹി വാസ് സിറ്റിംഗ് ദെയർ വെയിറ്റിംഗ് ഫോർ അസ്. ഞങ്ങൾ വി ആർ ഹാവിംഗ് എ ഡിന്നർ അറ്റ് സമൺസ് പ്ലേസ്. അപ്പം ഇയാൾക്ക് പെട്ടെന്ന് വരേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇയാൾ വിചാരിച്ച് എല്ലാരും സാധാരണ ഇങ്ങനെ വിചാരിക്കുക, ഞാൻ ഇന്ന് രാത്രി കപ്പ കഴിച്ചാലും മീൻകൂട്ടം കഴിച്ചാലും മറ്റേ കഴിച്ചാൽ അതിന്റെ ഇതായിരിക്കും, ഗ്യാസ്ട്രൈറ്റിസ് ആണ്, ഒന്ന് പോയിട്ട് വെള്ളം കുടിക്കും, ഒരു ജനലിന്റെ അടുത്തേക്കും. വീട്ടില് തൊട്ടടുത്ത് കിടക്കണ വൈഫിനോടോ ആരോടൊന്നും പറയില്ല. ഇതല്ല വേണ്ടത്. എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം പറയാം. എന്താ വെച്ചാൽ നമുക്ക് ബാത്റൂം പോകുമ്പോൾ ലോക്ക് ചെയ്യരുത്. ഇമ്മീഡിയറ്റ്ലി ഇമ്പോർട്ടന്റ് തിങ് ടു സീ ഈസ് ജസ്റ്റ് റിലാക്സ്. ഇത് സാധാരണ എല്ലാവർക്കും ഉണ്ടാവാൻ പറ്റുന്ന ഒരു കാര്യമാണ് മനസ്സിലാക്കണം. ടു സ്റ്റാർട്ട് ഓഫ് ഈസ് കൊറോണറി ആർട്ടറി ഡിസീസ് ഒരു ഡിസീസ് അല്ല, അതൊരു ഏജിങ് പ്രോസസ് ആണെന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മളെ മനസ്സമാധാനം ഉണ്ടാവും. ഇത് നമുക്ക് ചിലവർക്ക് നരയും കഷണ്ടി, ഇപ്പൊ എന്റെ കണ്ട തലയിൽ മുടിയില്ല, കഷണ്ടി നരയുണ്ട്. അപ്പൊ എന്റെ ഉള്ളിൽ എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ ഡെയിലി എന്റെ സ്ട്രെസ് ചെയ്യുന്നുണ്ട്. ഐ എം ഡൂയിങ് മൈ ഫിസിക്കൽ ആക്ടിവിറ്റി. നമ്മളൊരു 10-30 മിനിറ്റ് എക്സസൈസ് ചെയ്യുമ്പോൾ നമുക്ക് ഞാൻ എപ്പോഴും നോക്കുന്നത് എവിടെയാണ് എപ്പോഴായിരിക്കും വേദന വരുന്നതാണ്. ഇത് ഇത്രയും സ്ട്രെസ്ഡ് ഒരു വർക്ക് ഞാൻ ചെയ്യുമ്പോൾ എനിക്ക് വരുന്നതാണല്ലോ. പക്ഷെ അത് അങ്ങനെയുമല്ല. ചിലവർക്ക് വരും, ചിലവർക്ക് വരില്ല. ഞാൻ എന്നും പറയുന്നതാണ്, ഒരു 100 പേര് എടുത്തിട്ടുണ്ടെങ്കിൽ 20% ആൾക്കാർക്ക് വരും, 20% ആൾക്ക് വരില്ല. എന്ത് ചെയ്താലും വരും, മറ്റാൾക്ക് എന്ത് ചെയ്താലും വരൂല്ല. നടുവിലെ ആൾക്കാരുണ്ട് ഒരു 60%. അവർക്കാണ് ഈ മോഡിഫൈ ചെയ്യേണ്ടത്. ഈ മോഡിഫൈ ചെയ്യാൻ പറ്റണത് എന്തൊക്കെയാ വെച്ചാൽ നമ്മളെ ലൈഫ് സ്റ്റൈലാണ്. എന്ത് ചെയ്യാൻ വെച്ചാലും നമുക്ക് മനസ്സിലാക്കേണ്ടത് നമുക്ക് ഒന്നും ഓവർ ആക്കരുത്. ഇപ്പൊ ഈ ടോക്ക് തന്നെ ഞാനത് ഓവർ ആക്കാണ്ട് ഒരു മോഡറേഷനിൽ പോയാൽ സമാധാനം ഉണ്ട് എല്ലാവരും കേൾക്കാൻ. പിന്നെ ബാക്കി നിങ്ങൾക്ക് ചോദിക്കാനുള്ളൊരു ടൈം കിട്ടണം. ഇതിലാണ് എന്റെ പരിപാടി. ഇതെന്താ വെച്ചാൽ നമുക്ക് ആവശ്യമില്ലാണ്ട് കൂടുതൽ വർത്തമാനം പറഞ്ഞോ, അല്ലെങ്കിൽ കൂടുതൽ ഭക്ഷണം കഴിച്ചോ, കൂടുതൽ എക്സസൈസ് ചെയ്തോ, കൂടുതൽ ഓടിയോ ഒന്നും നേടാനില്ല. ഇതിപ്പം നമ്മൾ ചില ആൾക്കാർ പറയും മെഡിറ്റേഷൻ യോഗ ചെയ്താൽ വരില്ല. എന്താ വെച്ചാൽ ഞാനിത് എപ്പോഴും കാണുന്ന ആൾക്കാർ ഇങ്ങനത്തെ ഇതൊക്കെ ചെയ്തിട്ട് എന്റെ അടുത്ത് വന്നിട്ട് സർജറി വരുമ്പം അവർ ഫുള്ളി ഡിപ്രസ്ഡ് ആവും. എന്താ വെച്ചാൽ അവര് വിശ്വസിച്ചതിന് കംപ്ലീറ്റ് തെറ്റാണുള്ളത്. അങ്ങനെ പാടില്ല. മനസ്സിലാക്കേണ്ടത് ഇത് ആൾക്കാർക്ക് വരുമ്പം ഒരു ചികിത്സാ രീതി ഉണ്ട്. ഈ ചികിത്സാ രീതിയിലേക്ക് പോവാ. ഇതിനെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം. ബേസിക്കലി ഇപ്പം ഒരു 20 കൊല്ലമായിട്ട് ഞാൻ കോഴിക്കോട് വന്ന തൊട്ട് തുടങ്ങിയ ഒരു കാര്യം പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി. ഈ പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി എന്ന് പറഞ്ഞാൽ അറ്റാക്ക് വന്ന് നേരെ, ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, എന്റെ ഡ്രൈവറിനെ കൊണ്ടുപോയി കാത്തലാബിൽ നേരെ കാത്തിട്ടിട്ട് ബലൂൺ ഇട്ട് തുറന്നു ബ്ലഡ് ഫ്ലോ തുടങ്ങി. ഇത് ചെയ്തിട്ടില്ലെങ്കിൽ ആ ഭാഗത്തിലെ മസിലിന് രക്തോട്ടം കിട്ടാണ്ട് അതിന്റെ പമ്പിങ് കുറയും. ഇതാണ് എല്ലാവരും മനസ്സിലാക്കേണ്ടത്. ഹാർട്ടിന് എത്രയും പെട്ടെന്ന് രക്തോട്ടം തിരിച്ചു കൊടുക്കുക. ഇപ്പൊ സ്ട്രോക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ തലച്ചോറിലെ രക്തക്കുഴലിലേക്ക് പോയിട്ട് അത് എത്രയും പെട്ടെന്ന് തുറങ്ങാൻ പറ്റണം. ഇതാണ് പ്രൈമറി സ്ട്രോക്കിനുള്ള ട്രീറ്റ്മെന്റ്. അപ്പൊ ഇതൊക്കെ ഇന്നത്തെ കാലങ്ങളിൽ എല്ലാ സ്ഥലത്തും അവൈലബിൾ ആണ്. സോ ഗോ ടു ദ നിയറസ്റ്റ് പ്ലേസ് ആൻഡ് ഗെറ്റ് ഇറ്റ് ഡൺ. എന്റെ എപ്പോഴും ഞാൻ പറഞ്ഞത് പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി ഈസ് വൺ ഗിഫ്റ്റ് മാൻകൈൻഡ്. അത് കാർഡിയോളജിസ്റ്റ് ചെയ്യുന്നത്, ഞാനല്ല. പക്ഷെ ഇത് ചെയ്യുമ്പോൾ നമ്മൾ ആ കൾപ്രിറ്റ് വെസൽ പറഞ്ഞാൽ ഏതാണ് കുറ്റം ചെയ്ത് വെച്ചാൽ അതിനെ മാത്രം തുറക്കാം. അതിന്റെ ശേഷം ബാക്കി വെസൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സ്റ്റേജിലായിട്ട് ചെയ്യാൻ തുറക്കുക, അല്ലെങ്കിൽ ബൈപ്പാസ് ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്യാം. ഈ ബൈപ്പാസ് ശസ്ത്രക്രിയ എന്ന് പറഞ്ഞ സംഭവം നമ്മൾ ഹാർട്ടിന്റെ രക്തക്കുഴലിൽ ബ്ലോക്ക് ഉണ്ടാകുമ്പോൾ വേറൊരു വഴി ഉണ്ടാക്കി കൊടുക്കുന്നത് ബൈപ്പാസ് റോഡ് മാതിരി. അത് നമ്മുടെ ശരീരത്തിലെ കയ്യിലോ കാലിലോ നെഞ്ഞിലോ അടുത്തുള്ള രക്തക്കുഴലുകൾ കുറച്ച് സ്പെയർ ഉണ്ട് നമുക്കൊക്കെ, അതൊക്കെ എടുത്തിട്ട് വേറെ വഴി ഉണ്ടാക്കി കൊടുക്കലാണ് ഞങ്ങൾ പണി. ഈ രക്തക്കുഴലൊക്കെ അവരവരെ ശരീരത്തിലുള്ള അവരവരെ അസുഖങ്ങളും വയസ്സും എല്ലാം ഇല്ല സാധനമാണ്. എന്നിട്ടും അത് ഒരു എത്ര കൊല്ലങ്ങളായിട്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. തിരിച്ച് ഒരുപാട് 10-30 കൊല്ലം കഴിഞ്ഞ് ഓരോരുത്തർ എന്റെ അടുത്ത് വരുമ്പോഴാണ് ഞങ്ങൾ വിശ്വസിക്കുക, ഇയാള് ഇപ്പോഴും ജീവിച്ചിരിക്കണ്ടല്ലോ, അന്ന് കഷ്ടപ്പെട്ടായിരിക്കും. ദിസ് ആർ ഓൾ തിങ്സ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. നമ്മളെ ശരീരത്തിൽ ആ സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റിയാൽ അത് നിലനിൽക്കും, രക്തോട്ടം കിട്ടിക്കൊള്ളും. ഇത് കഴിഞ്ഞുകൊണ്ട് നമുക്ക് അപ്പൊ ഇതാണ് മെയിൻ തിങ്. ഇതാണ് ഇതിന്റെ മനസ്സിലാക്കാനുള്ള കാര്യം. അപ്പം ഈ അസുഖത്തിനുള്ള സിംറ്റംസ് ഇതേമാതിരിയാണ്.
ഒന്നിക്കൽ നിങ്ങൾക്ക് ചില ചെസ്റ്റ് പെയിൻ വരും, അല്ലെങ്കിൽ നമ്മൾ സ്ട്രെയിൻ ചെയ്യുമ്പോൾ നമ്മളൊരു 5 കിലോമീറ്റർ നടക്കുമ്പോൾ നമുക്ക് കുഴപ്പമുണ്ടാവില്ല, ഡെയിലി 5 കിലോമീറ്റർ നടന്നുകൊണ്ടിരിക്കുക. പക്ഷെ അതിന് ശേഷം ഒരു ചെറിയൊരു കുന്ന് കയറാൻ, ഒരു വീട്ടിലേക്ക് കയറാൻ പോകുമ്പോഴാണ് ബുദ്ധിമുട്ട് വരാം. അത് വരുന്നത് നമ്മൾ എന്തെങ്കിലും ഭക്ഷണം കഴിച്ചതിന് ശേഷമായിരിക്കും. അപ്പൊ നമ്മൾ ആലോചിക്കണം, നമ്മൾ അവിടെ കുറച്ചു നേരം നിന്നിട്ട് പിന്നെ നമുക്ക് ഫ്രീ ആവും, നമ്മൾ റിലീവ് ചെയ്ത് നടക്കാൻ പോകും, അപ്പൊ പ്രശ്നമില്ല. അപ്പൊ പക്ഷെ ഇത് പറയണം. ഇത് പറഞ്ഞിട്ടില്ലെങ്കിൽ തിരിച്ച് ഇപ്പൊ ഡെയിലി എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് പേഷ്യൻസിന്റെ അടുത്ത് അവരെ സ്റ്റോറി കേൾക്കാനാണ്. അപ്പൊ ഒരു 10,000 സ്റ്റോറീസ് ഞാൻ കേട്ടിട്ടുണ്ട്. ആൻഡ് നോ സ്റ്റോറീസ് സിമിലർ, നോട്ട് വൺ. നിങ്ങളെ മാതിരി തന്നെ കള്ളന്മാര് വന്നിട്ടുണ്ടെങ്കിൽ സ്റ്റോറീസ് സിമിലർ ഒന്നുമില്ല, അതേമാതിരി തന്നെ എന്ത് തരം ചെയ്താലും ഇതിന് ഡിഫറെന്റ് സ്റ്റോറീസാ. സോ നമുക്ക് ഈ സിനാരിയോ ഓരോരുത്തർക്കും ഓരോ മാറിയ. ചില ആൾക്കാർ വന്ന് പറയും, സാറേ കഴിഞ്ഞ ആഴ്ച ഒരു ശബരിമല കയറി വന്നിട്ടുള്ളൂ. ഞാൻ എന്ത് ചെയ്യുന്നത്, അയാൾക്ക് അപ്പോഴാണ് പൊട്ടുന്നത്. സെയിം വേ ഇതിപ്പോ നമുക്ക് പെട്ടെന്ന് നമ്മൾ വിചാരിക്കും രക്തക്കൊഴലിൽ ഒരു ആൻജിയോഗ്രാം ചെയ്തിട്ട് ഒരു 70-80% മുകളിലുള്ളൂ നമ്മൾ ട്രീറ്റ് ചെയ്യുള്ളൂ, തുറക്കുള്ളൂ, അല്ലെങ്കിൽ ആൻജിയോപ്ലാസ്റ്റി ചെയ്യുള്ളൂ, അല്ലെങ്കിൽ സർജറിക്ക് പ്ലാൻ ചെയ്യുള്ളൂ. പക്ഷേ ഈ ചെറിയ ബ്ലോക്കുകളുണ്ട്, സോഫ്റ്റ് ബ്ലോക്ക് എന്ന് പറയും, ഒരു 10-20% ഉള്ളൂ. ഇത്ര വലിയ രക്തക്കൊഴലിൽ ചെറിയൊരു ബ്ലോക്ക് ഉണ്ടാവും. ആ ബ്ലോക്കിനെ സാധാരണ സ്ഥിതിക്ക് നമ്മൾ ഒന്നും ചെയ്യുന്നില്ല. പക്ഷെ അതിന്റെ ഉള്ളിലുള്ള ബ്ലോക്ക് സോഫ്റ്റ് ബ്ലോക്ക് ആണോ ഒന്നും അറിയില്ല. അത് നമുക്ക് ആർക്കും അറിയില്ല. ഇതാണ് നമ്മുടെ ട്രിക്കി സിറ്റുവേഷൻ. ഇപ്പൊ ഞങ്ങൾ ഒരു രക്തക്കൊഴൽ ആൻജിയോഗ്രാം ചെയ്ത് 3 രക്തക്കൊഴൽ 2 ബൈപ്പാസ് ചെയ്യാം, 3ാമത്തേന് ചെയ്യാനൊന്നുമില്ല, കുറച്ചുള്ള, അത് കുഴപ്പമില്ല. പക്ഷെ അത് ചിലപ്പം ലിഫ്റ്റ് ഓഫ് ചെയ്യും, അത് പെട്ടെന്ന് പൊന്തിയിട്ട് ആ വഴിനെ ബ്ലോക്ക് ചെയ്യും. ദിസ് ഈസ് കോൾഡ് ട്രാപ്പ് ഡോർ എഫക്ട്. അതുണ്ടാവുന്നത് എന്തെങ്കിലും കളിക്കുമ്പോൾ, പറഞ്ഞാൽ നമ്മൾ ഷട്ടിൽ കളിക്കുമ്പോൾ. ഷട്ടിൽ ഇസ് ദ മോസ്റ്റ് കോമൺ തിങ്. എത്രയോ ആൾക്കാർ ഷട്ടിൽ കളിക്കുമ്പോൾ പെട്ടെന്ന് നമ്മളൊരു ചാടിയിട്ട് ഒന്ന് എടുക്കാൻ പോകുമ്പോൾ ആ സമയത്ത് നമ്മളെ 120 പ്രഷർ 240ലേക്ക് പോകും. അപ്പം പെട്ടെന്ന് ചെറിയ പ്ലാക്സിനെ പൊന്തിക്കും. നമ്മൾ ബീച്ചിലിരിക്കുമ്പോൾ നമ്മളെ ചെരുപ്പ് പൊന്തണ മാതിരി ഇത് അടച്ചു, എന്നിട്ട് ആ പ്രഷർ അത് കുറയുമ്പോൾ ഉള്ളത് തുറക്കുള്ളൂ. അങ്ങനെ ജീവിക്കുന്നു. പിന്നെ ഇതൊക്കെ നമ്മളൊരു നാച്ചുറൽ ഫിനോമിനാണ്. സോ ദീസ് ആർ ഓൾ തിങ്സ് വിച്ച് ഹാപ്പൻ ഇൻ ലൈഫ്. സോ അത് മനസ്സിലാക്കുക, അത് ഉൾക്കൊള്ള. എന്നിട്ട് നമുക്ക് ഒരു അസുഖം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ ആരെങ്കിലോട് പറഞ്ഞിട്ട് അത് ട്രീറ്റ്മെന്റ് എടുക്കാം. ഇത് അവിടെ നിർത്താം. ബാക്കിയുള്ള ചോദ്യങ്ങൾ നിങ്ങൾ ചോദിക്കാം. Doctor, I will start. Can I start? Yes, tell me. Yeah, so very nice seeing you. Yeah. And only one question from my side. That is this age. That is regarding COVID. Can you come? COVID il kore heart attacks vararundi. And COVID heart light bandonu parayan pattumo. Very good. കോവിഡും ഹാർട്ട് അറ്റാക്കിനെ പറ്റിയിട്ട് ഞാൻ അത് പറയാൻ വേണ്ടി നിൽക്കാണ്. മെയിനായിട്ട് കോവിഡ് സമയങ്ങളിൽ ഹോസ്പിറ്റൽ ആരെയോ മൈക്ക് ഓഫ് അല്ല, ഫോൺ എന്തോ ഓഫ് ആകും, എന്റെ റേഡിയോ സൗണ്ട് പറഞ്ഞു. കോവിഡിന്റെ സമയങ്ങളിൽ ഉണ്ടായത് എന്താ വെച്ചാൽ ആ 2 മാസം ആക്ച്വലി വി വർ നോട്ട് ഹാവിംഗ് എനി പേഷ്യന്റ് കമ്മിങ് വിത്ത് ഹാർട്ട് അറ്റാക്സ്. സോ ആക്ച്വലി ഞാൻ ആലോചിക്കായിരുന്നു കോവിഡ് കാരണം ഹാർട്ട് അറ്റാക്ക് കുറഞ്ഞോന്നായിരുന്നു. അങ്ങനെയല്ല സംഭവിച്ചത്. ഈ സമയങ്ങളിൽ ഉണ്ടായത് പേഷ്യൻസിന് നെഞ്ഞുവേന വരും. ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, ഈ നെഞ്ഞുവേന വരും, മൂപ്പര് ഒന്നിക്കൽ പറയില്ല, അല്ലെങ്കിൽ മക്കളോട് പറഞ്ഞാൽ മക്കൾ പറയും നിങ്ങളിവിടെ എനിക്ക് കോവിഡ് ഒക്കെ കഴിഞ്ഞിട്ട് പോയാൽ മതി. അപ്പൊ ഇയാള് ഈ വേദന നിന്ന് ഇയാൾ അറ്റാക്ക് വന്ന് ആ മയോകാർഡിയം മസില് കംപ്ലീറ്റ് ഔട്ടാവും. എന്നിട്ട് ഹാർട്ട് ഫെയിലിയർ ആയിട്ട് ഈ 2 മാസം കഴിഞ്ഞിട്ട് ആ സമയത്ത് ഞങ്ങൾ കണ്ട പേഷ്യൻസ് ഒക്കെ മോർട്ടാലിറ്റി പറഞ്ഞ കാർഡിയക് സർജറിക്ക് എത്തിയില്ല. അതിനു മുമ്പ് ആൻജിയോപ്ലാസ്റ്റി വരിക്കും ചെയ്യാൻ പറ്റാണ്ട് ഹാർട്ട് ഫെയിലിയറിൽ എത്രയോ പേഷ്യൻസ് ഈ ഹോസ്പിറ്റലിൽ മരിച്ചിട്ടുണ്ട്. അപ്പൊ ഇതന്നെ എല്ലാ ഹോസ്പിറ്റലും ഉണ്ടാവും. സോ ദ തിങ് ഈസ് കോവിഡ് പേടിച്ചിട്ട് നമ്മൾ കുറെ ആൾക്കാര് ആദ്യത്തെ വേവിലാട്ടോ, 2ാമത്തെ വലിയ പ്രശ്നമില്ല. പീപ്പിൾ ന്യൂ ഓക്കെ ദേ ഹാവ് ടു ഡു ബിക്കോസ് കോവിഡ് ഒരു ചെറിയൊരു സാധനം വന്നപ്പോഴത്തേക്കും ഹാർട്ടോ ബാക്കി ഓർഗണൊക്കെ എല്ലാവരും മറന്നു. ദാറ്റ് ബിക്കേം ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ്. അപ്പം പക്ഷെ ഇതൊരു സാധനം എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു അസുഖ. ഈ ഹാർട്ടിൻ്റെത് നമുക്ക് ആർക്കും ഒന്നും സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. ഇതിട്ട് കണ്ടിന്യൂ. അപ്പം പറയുന്നത് എന്താ വെച്ചാൽ ഈ ഹാർട്ടിന്റെ മസിലിനെ കുറെ പേഷ്യൻസ് കോവിഡിന്റെ അറ്റാക്ക് കഴിഞ്ഞതിന് ശേഷം മസിലിന്റെ മയോകാർഡിയൽ ഫെയിലിയർ ആയിട്ട് ഇപ്പോഴും കുറച്ച് ആൾക്കാർ പ്രസന്റ് ചെയ്യുന്നുണ്ട്. സോ കോവിഡ് കഴിഞ്ഞ ആൾക്കാർക്ക് എപ്പോഴും മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ അവരെ വേറെ ഓർഗൻസിൽ മസിൽ, ഹാർട്ടിന്റെ മസില്, വേറെ കിഡ്നി, ലിവറിനൊക്കെ കുറെ ഡാമേജ് വരാനുള്ള ചാൻസുകൾ ഉണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും സിംറ്റംസ് തോന്നാന്ന് വെച്ചാൽ ഡെഫിനറ്റ്ലി മീറ്റ് ദ ഡോക്ടർ, ഗെറ്റ് ദ ക്ലാരിറ്റി ഓൺ ദാറ്റ്. യെസ് ജയ്. Matthew Banerjee, can I ask one more question? Yeah. See, usually you tell that anything goes wrong in the night time, you have to go to the nearest hospital. Okay.
So the patient or the people at home take them to the hospital. But what happens at that time, there are no experts in the hospital. Only duty doctors are there. So in my opinion, in some hospitals, the duty doctors are not so much aware of what to do. Exactly. So there should be some system in hospitals, every hospitals, that the duty doctors should be trained in a separate way for treating our patients in the night. Exactly. Yes. I think that's a very important thing. I think each hospital should take it up because ഇപ്പൊ ഞങ്ങളിവിടെ ഇപ്പൊ എമർജൻസി ഇപ്പൊ മിംസിൽ നമ്മൾ എമർജൻസി തുടങ്ങിയ വേണുവിന്റെ സമയം തൊട്ടിട്ട് തന്നെ കാർഡിയാക് ഇഷ്യൂ ഉണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി ദേ ഷുഡ് ബി ഷിഫ്റ്റഡ് ടു കാത്ത് ലാബ്. ഇവിടെയും ദ അഡ്വൈസ് ഇസ് ഗിവൺ, ഡോണ്ട് ഈവൻ ലുക്ക് അറ്റ് എനിത്തിങ്, ജസ്റ്റ് ഷിഫ്റ്റ് ടു കാത്ത് ലാബ്, കോൾ ദ കാർഡിയോളജിസ്റ്റ്. അങ്ങനെ ഒരു എന്താ വെച്ചാൽ സംടൈംസ് നമ്മൾ നേരത്തെ എത്തിപ്പോയാൽ നേരത്തെ പറഞ്ഞ ഒരു പെട്ടെന്ന് ആൾക്കാർ എത്തല്ല, എത്തി കഴിഞ്ഞാൽ ഇ സി ജിയിൽ ഒരിക്കലും ചേഞ്ച് ഉണ്ടാവില്ല, പക്ഷെ സിംറ്റം മതി. ആ സിംറ്റം കണ്ട ഉടനെ മനസ്സിലാക്കേണ്ടത് ഡോക്ടറിന്റെ അറിവാണത്. ഹി ഹാസ് ടു അണ്ടർസ്റ്റാൻഡ് ഇയാൾക്ക് ഗ്യാസ് ആയിട്ടാണ് മിക്കവാറും എല്ലാവരും പറയാം, എനിക്ക് ഗ്യാസ് ആയിരുന്നു മറ്റേതാണ്, പക്ഷെ റൂൾ ഔട്ട് ചെയ്യണം. ഇന്നത്തെ കാലത്ത് എല്ലാ ഹോസ്പിറ്റലും ഒരു ടെസ്റ്റ് ഉണ്ട്, ട്രോപ്പോണിൻ ഐ ടെസ്റ്റ്. ഈ ട്രോപ്പോണിൻ ഐ സോ സ്പെസിഫിക്, 0.02 നാനോഗ്രാം പെർ ഡെസിലിറ്റർ എന്ന് പറഞ്ഞ നമ്പറാണ്, 0.02. സോ എനിത്തിങ് ലൈക്ക് 0.2 എത്തിയാൽ തന്നെ അറിയാം അയാൾക്ക് നെഞ്ചുവേദന ഉണ്ടായിട്ടുണ്ട്, മസിലിന് ഡാമേജ്, ഹാർട്ടിന്റെ മസിലിന് ഡാമേജ് ആയിട്ടുണ്ടെന്നില്ല. അത് ഇൽ ടേക്ക് 15 minutes to 30 minutes. ഈ റിസൾട്ട് അല്ല. അപ്പം നമ്മൾ പോകുമ്പോ ഹോസ്പിറ്റലിൽ ചോദിക്കാം, നിങ്ങൾക്ക് ട്രോപ്പോണിൻ ടെസ്റ്റ് ഉണ്ടോ എന്ന് ചോദിക്കണം. നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ ഈ ടെസ്റ്റ് ഉണ്ടെങ്കിലുള്ളൂ കാര്യമുള്ളൂ. എന്താ വെച്ചാൽ ഇ സി ജി മൈറ്റ് നോട്ട് ഷോ എനിത്തിങ്. ചിലപ്പോൾ നമ്മൾ ഇ സി ജി ആൻജിയോഗ്രാം ചെയ്ത് ഞാൻ എന്റെ ഡ്രൈവറിന് പറയുന്നത് ഇ സി ജി എടുക്കാൻ വേണ്ടി സമയം കൊടുത്തില്ല, നേരെ പോയി മോണിറ്ററിൽ കണക്ട് ചെയ്തോണ്ട് എസ് ടി സി വന്നിട്ടുണ്ട്, ഇ സി ജിയിൽ ചേഞ്ചസ് കണ്ട്. അപ്പൊ മോണിറ്റർ കണക്ട് ചെയ്യാൻ പറ്റണം. അപ്പൊ ഈ ട്രോപ്പോണിൻ ഐ ടെസ്റ്റ് റിപ്പോർട്ട് വരുന്നതിന് മുമ്പ് തന്നെ നമുക്ക് മനസ്സിലാവും. സോ ദാറ്റ് ഈസ് ബിക്കോസ് യു ആർ സീയിങ് ഇറ്റ് ഓൾ ദ ടൈം. One more thing which I wanted to tell is, even today, after 20 years in Calicut, there are so many people without an insurance. Because you are an insurance fellow. Health insurance, why people can't take it? Just, unless they should be affording it, unless they should just take it, no? People get it before you have an attack, not after you have an attack. That's I don't know, I can't believe people, എന്തൊരു കഷ്ടം അറിയാം, അവർക്ക് വരും വേണം കാശും ഇല്ലാതെ വരുമ്പോഴത്തേക്കും, ബിക്കോസ് ദിസ് ആർ ഓൾ ടെക്നോളജി ദാറ്റ് കോസ്റ്റ് സംതിങ്. ഇന്നത്തെ കാലത്ത് അതിന് ലൈഫ് ഇൻഷുറൻസ് അതിന്റെ മാതിരി തന്നെ ഹെൽത്ത് ഇൻഷുറൻസ് ഷുഡ് ബി എ തിങ് ടു ഹാവ്. അത് ഡ്രൈവിംഗ് ലൈസൻസിന് കൂടെ ഉണ്ടാവണം മാതിരിയാണ് ഞാൻ പറയാം. ഓക്കെ, എനി അതർ ക്വസ്റ്റ്യൻസ്? Thank you. ഡോക്ടർ, നമുക്ക് കുറെ ചോദ്യങ്ങള് മുൻകൂട്ടി പലരും അയച്ചു തന്നിട്ടുണ്ട്. അതില് സെലക്ട് ചെയ്ത കുറച്ചെണ്ണം ഡോക്ടർ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഒന്നിത് പറഞ്ഞു, ഇപ്പം ഈ ഗ്യാസ് ട്രബിളും ഹാർട്ടിന്റെ ഇതിന്റെ പെയിനും തമ്മിലുള്ള തിരിച്ചറിയാവുന്ന പ്രകടമായിട്ട് എങ്ങനെ നമുക്ക് തിരിച്ചറിയാം, അതിന്റെ വ്യത്യാസം? ഓക്കെ, അത് ചോദിക്കട്ടെ, ഉത്തരം പറയാം. ഗ്യാസ് ട്രബിൾ എന്ന് പറഞ്ഞ സ്റ്റമക്കിന്റെ ഈ തൊപ്പിളിന്റെ മുകളിലുള്ള ഏത് വേദനയും ഈ ഏരിയയിലും, പിന്നെ ചെവിന്റെ താഴത്തിലുള്ള വേദന, ഈ രണ്ട് കൈ ഇൻക്ലൂഡഡ്, നമ്മൾ ചെവി തൊട്ടിട്ട് ഈ തൊപ്പിൾ വരിക്കും എന്ത് വേദനയും പെർസിസ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ഹാർട്ട് അല്ല എന്നുള്ള റൂൾ ഔട്ട് ചെയ്തതിന് ശേഷം മാത്രമേ ഉള്ളൂ ഈവൻ ഗാസ്ട്രോ സർജനെ കാണാം, ഗ്യാസ്ട്രോഎൻട്രോളജിസ്റ്റ് കാണാം, സ്കോപ്പി ചെയ്യാം. ബിക്കോസ് ഇപ്പൊ നമ്മൾ ഗ്യാസ്ട്രോഎൻട്രോളജിസ്റ്റ് ഇമ്മീഡിയറ്റ്ലി കണ്ടോണ്ട് പറയും നിങ്ങൾ നേരെ കാർഡിയോളജിസ്റ്റ് കാണുന്നു. പണ്ട് അങ്ങനെയല്ല. ഈവൻ ENT സർജൻസിന് അടുത്ത് പോകും, ഇവിടെ വേദന ഉണ്ടെന്നുണ്ട്, പല്ല് വേദന ഡെന്റലിന്റെ അടുത്ത് പോകും. പക്ഷെ അത് പല്ലിന്റെ സാധാരണ എല്ലാവർക്കും പല്ലിന്റെ ഓട്ടയുണ്ടാവും, അയാൾ പല്ലെടുത്തുണ്ടാവും. പക്ഷെ അപ്പോഴും പെർസിസ്റ്റ് ചെയ്യുമ്പോൾ മനസ്സിലാക്കുക, ഇഫ് ഈ പെയിൻ ഇൻക്രീസസ് വിത്ത് സ്ട്രെസ്, എന്തെങ്കിലും നമ്മൾ ജോലി ചെയ്യുമ്പോൾ കൂടെ അണിച്ചാൽ അതൊരു ടിപ്പിക്കൽ സിംറ്റമാണ്. എന്നിട്ട് ആ വേദന കുറച്ച് കഴിഞ്ഞ് കുറയും റെസ്റ്റ് എടുക്കുമ്പോൾ. ദാറ്റ്സ് എൻ ഇമ്പോർട്ടന്റ് തിങ്. നമ്മൾ കുളിക്കുമ്പോൾ സോപ്പ് തേക്കുമ്പോൾ തല തോർത്തുമ്പോഴൊക്കെയാണ് വേദന ഉണ്ടാവും പറയുമ്പോൾ ഇമ്മീഡിയറ്റ്ലി ദിസ് ഈസ് എ കാർഡിയാക് തിങ്. ഇങ്ങനെ കുറെ ചില ഇൻസിഡൻസസ് ഉണ്ടാവും. ചില ആൾക്കാർ പട്ടിനെ കുളിപ്പിക്കാൻ വേണ്ടാന്ന് പറയും. ചിലർ പറയും എനിക്ക് 10 പുഷപ്സ് ചെയ്യാം, 20ാമത്തെ ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇമ്മീഡിയറ്റ്ലി ഷുഡ് ബുദ്ധിമുട്ട് പറഞ്ഞ ഒരു ഘനമാരി ഉണ്ടാവും, റെസ്റ്റ് എടുത്ത് വെള്ളം കുടിച്ച് ശരിയാന്ന് പറയും. ടിപ്പിക്കൽ സിംറ്റം. സോ ദീസ് ആർ ഓൾ സിംറ്റംസ് വിച്ച് വി സീ. അങ്ങനെ വേറെ എത്രയോ ആയിരക്കണക്കിനുണ്ട്. യെസ് പ്ലീസ്, നെക്സ്റ്റ് വൺ. ഓക്കെ, സ്ട്രെസ് ഒഴിവാക്കുന്ന ഡോക്ടർ സൂചിപ്പിച്ചു, അതിനെപ്പറ്റി ചോദ്യം വന്നിട്ടുണ്ട്. സ്ട്രെസ് ഒഴിവാക്കാൻ സാധാരണ ഇപ്പൊ ഡോക്ടർ പറഞ്ഞു വാക്കവേ ഫ്രം സ്ട്രെസ് എന്നുള്ള ഞങ്ങളെ പറഞ്ഞു. അത് കുറച്ചുകൂടി 2-3 പേര് ചോദിച്ചൊരു ചോദ്യമാണത്. ബേസിക്കലി ഇത്രേ ഉള്ളൂ. ഞാനിപ്പം
നെവർ ബ്രിങ് യുവർ സ്ട്രെസ് ടു യുവർ ഹൗസ്. വീട്ടിലേക്ക് കൊണ്ടുപോകരുത് എന്നുള്ളൊരു ഇമ്പോർട്ടന്റ് ഇഷ്യൂ. ഇപ്പൊ ഞാൻ ഡെയിലി സർജറി ചെയ്തുകൊണ്ടിരിക്കുക, സ്ട്രെസ്ഡ് ആയിരിക്കും. സർജറിന്റെ പ്രശ്നങ്ങളൊക്കെ ഞാൻ പോയി വീട്ടിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് അതിന് മേലെ അവർ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ എനിക്ക് നൈറ്റിൽ കോൾ വരും. അപ്പോഴത്തേക്കും അവർക്ക് അത് അവോയ്ഡ് ചെയ്യണം നല്ലത്. നിങ്ങൾ തന്നെ ഇപ്പൊ കേസ് ഉണ്ടോ വെച്ചാൽ ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടന്റ് നോട്ട് ടു ഡിസ്കസ് തിങ്സ്, ലീവ് ഇറ്റ്. അതിന് നമുക്ക് വി ഹാവ് ടു ബ്രിങ് യുവർ ബ്രെയിൻസ് ടു ഇറ്റ്. നമുക്ക് അത് സമാധാനമായിട്ട് ഞാൻ അത് ഡീൽ ചെയ്യാം. ദിസ് ആർ ഓൾ പാർട്ട് ഓഫ് ലൈഫ്. ലൈഫിലെ ചില കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഈ സ്ട്രെസ് നമുക്ക് ഒഴിവാക്കാൻ എത്രത്തോളം പറ്റും എന്നൊരു നോക്കാം. ചിലപ്പോൾ നമുക്ക് ഉറക്കം ഉണ്ടാവാണ്ടിരിക്കും. ആക്ച്വലി നമുക്കൊരു 4 മണിക്കൂർ ഉറക്കമൊക്കെ മതി. ദാറ്റ്സ് ഓൾ യു നീഡ്. പക്ഷെ ആ 4 മണിക്കൂർ ഉറങ്ങിയതിന് ശേഷം ബാക്കിയുള്ള സമയങ്ങളിൽ ഞാൻ ഓരോന്ന് ആലോചിക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നതാണ്. ടു സീ പ്ലാൻ മൈ ഇത്ര കൊല്ലമായിട്ട് 60 കൊല്ലമായിട്ട് ഞാൻ ഇപ്പോഴും നാളത്തെ കേസിനെ പറ്റി ഞാൻ പ്ലാൻ ചെയ്യും. ഐ പ്ലാൻ ഇറ്റ്, ഡു ഇറ്റ്, ഫുൾ പ്ലാൻ. അതായത് പ്ലാൻ ചെയ്തൊരു പ്ലാൻ A, B and C വെക്കും. ഇതേമാതിരി വെക്കും. എന്താ വെച്ചാൽ നമുക്ക് എല്ലാം പറയാൻ പറ്റില്ല. ഇപ്പൊ ഞാനിപ്പോ അവിടുന്ന് വണ്ടി ഓട്ടി ഇവിടെ എത്തുന്നില്ല, എനിക്കൊരു വിശ്വാസം ഉണ്ടായില്ല. ഈ കോവിഡ് വരുന്ന ആർക്കും അറിയുന്നു. ഇതേമാതിരിയാണ്. സോ there are 90% of time you are right, 10% you have to buffer yourself. അപ്പം നമ്മൾ റോഡ് റേജ് ഇതൊക്കെ നമ്മൾ ദിവസം കാണുമ്പോൾ ഞാൻ ആലോചിക്കും, ഇതൊക്കെ സ്ട്രെസ്സൊക്കെ വീട്ടിലിരുന്നവരെ ഇത് നമുക്ക് മനസ്സിലാക്കണമെന്ന് വെച്ചാൽ ഇതർ ഓൾ തിങ്സ് മോർ ദൻ വാട്ട് യു ക്യാൻ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് വളരെ കുറവ് കാര്യങ്ങളാണ്. അപ്പൊ അത് മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോയാൽ മാത്രമേ ഉള്ളൂ അത് ഇമ്പോർട്ടൻസ്, അത് നമുക്ക് റിലാക്സ് ചെയ്യാൻ പറ്റുള്ളൂ. യെസ്, ഓക്കെ സർ. ദെൻ ഇവിടെ നേരത്തെ പറഞ്ഞ ഡ്രൈവർക്ക് CPR കൊടുത്തതിനെ പറ്റി സൂചിപ്പിച്ചു. അതിനെപ്പറ്റി 4-5 ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. CPR ലൈഫ് സേവിംഗ് ഇന്നിപ്പോ സംസാരിക്കായിരുന്നു, ഞങ്ങളിപ്പോ ജയരാജന് സംസാരിക്കായിരുന്നു. മെഡിക്കൽ കോളേജ് കരിക്കുലത്തിൽ അത് കണ്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പൊ സംസാരിച്ചത്. അപ്പൊ എന്തൊരു സംഭവം. അപ്പൊ അതൊക്കെ നാച്ചുറലായിട്ട് നമുക്ക് അറിഞ്ഞൊരു സാധനമാണ്. അതിനൊരു ക്ലാസ്സോ BLS ബേസിക് ലൈഫ് സപ്പോർട്ട് ACLS ഒന്നും നമുക്ക് അറിയാത്തൊരു സാധനമായിരുന്നു. അപ്പൊ ഇന്നത്തെ കാലത്ത് അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. വളരെ റീസെന്റ് ആയിട്ട് ഏതോ ഒരു പേഷ്യന്റിനെ മസാജ് ചെയ്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് റിക്കവർ ചെയ്തിട്ട് ആ നാട്ടിലെ ആൾക്കാർ അവരെ ഭയങ്കരമായിട്ട് അവർക്ക് ഫെലിസിറ്റേറ്റ് ചെയ്തെന്നൊക്കെ പറഞ്ഞപ്പോൾ ഐ വാസ് തിങ്കിങ് ദിസ് ആർ ഓൾ തിങ്സ് ദാറ്റ് ഷുഡ് ബി ഹാപ്പനിങ് നാച്ചുറലി. സോ ഈ ബേസിക് ലൈഫ് സപ്പോർട്ട് ഇസ് വൺ ഇമ്പോർട്ടന്റ് തിങ് യു ഷുഡ് നോ, ബിക്കോസ് സംടൈംസ് യു ക്യാൻ സേവ് സൗവൺ. നമ്മളെ മെയിൻ ആയിട്ട് ആവശ്യം എന്താ വെച്ചാൽ ആരെങ്കിലും സന്തോഷിപ്പിക്കുക, അല്ല സേവ് ചെയ്യുക. അത് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിന്റെ മെയിൻ സംഭവം മാറി. നമുക്ക് യു ആർ എ ഡിഫറെന്റ് സോൺ അല്ലേ. ആ ഹാപ്പിനെസ് ആണല്ലോ ഇമ്പോർട്ടന്റ് തിങ്. ഇപ്പൊ നമ്മുടെ ശരീരത്തിൽ തന്നെ ഒരു 4 ഹോർമോൺസ് ആണ് നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്. ഒന്ന് എൻഡോർഫിൻസ്. എൻഡോർഫിൻസ് പറഞ്ഞാൽ നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഹോർമോൺ റിലീസാണ്. അപ്പോഴാണ് ആ പെയിനെ നമ്മൾ ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ നമുക്കൊരു സന്തോഷം കിട്ടുന്നത്. ഇതൊക്കെ എൻഡോർഫിൻസ് ആണ്. ഇത് കഴിഞ്ഞിട്ട് നമ്മളൊരു ഡോപ്പമിൻ, അതൊരു ഹോർമോണാണ്. പിന്നെ ഒരു സെറട്ടോണിൻ ആൻഡ് ഓക്സിറ്റോസിൻ. ഈ ഡോപ്പമിൻ എന്ന് പറഞ്ഞ സംഭവം എന്താ വെച്ചാൽ നമ്മൾ ഒരാളെ കണ്ടിട്ട് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം. ലൈക്ക് യുവർ ഫാമിലി, യുവർ ഹൗസ്, യുവർ പീപ്പിൾ അറ്റ് ഹോം, നമ്മളെ സ്റ്റാഫിനെ നമ്മളൊന്ന് അപ്രീഷിയേറ്റ് ചെയ്ത് കിട്ടിയാൽ അവർ ഡേ ഇസ് മെയ്ഡ്, യു ഡൺ എ ഗുഡ് ജോബ് എന്ന് പറയുമ്പോഴത്തേക്കും അവർക്ക് സന്തോഷമില്ല. ഇതൊക്കെയാണ് നമ്മൾ എങ്ങനെയാണ് ഹൗ ടു റീച്ച് ദോസ് തിങ്സ്. അപ്പൊ ആ ഡോപ്പമിൻ ഇൻക്രീസ് ചെയ്യും. പിന്നെ വരുന്നത് സെറട്ടോണിൻ. ഈ സെറട്ടോണിൻ ഇതേമാതിരി ഒരു സംഭവം തന്നെയാണ്. നമ്മൾ എന്തെങ്കിലും ഇപ്പൊ ഈ ബ്ലോഗ് ഞാൻ ചെയ്യണത് എനിക്ക് സെറട്ടോണിൻ എനിക്ക് കിട്ടും. ദിസ് ആർ ഓൾ തിങ്സ്. നമ്മൾ ഇങ്ങനത്തെ ഒരു ഓരോന്ന് ചെയ്യുമ്പോൾ നമ്മൾ ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുമ്പോൾ നമുക്ക് സന്തോഷം കിട്ടുള്ളൂ. അല്ലാണ്ട് നമ്മൾ സ്വന്തം കാശുണ്ടാക്കിയിട്ട് ഒരു കാര്യമില്ല. അപ്പൊ സന്തോഷം ഇസ് ഡിഫറെന്റ്. ആൻഡ് നെവർ ബി ഗിൽറ്റി അബൌട്ട് ദ പാസ്റ്റ് ഞാൻ പറയും. ആൻഡ് നെവർ ബി ആങ്ഷ്യസ് അബൌട്ട് ദ ഫ്യൂച്ചർ. നമ്മൾ ആങ്ഷ്യസ് ആയിട്ട് കാര്യമില്ല. കാര്യം ഉണ്ടെങ്കിൽ ആങ്ഷ്യസ്. ഇപ്പൊ എല്ലാവരും പറഞ്ഞു ടെൻഷൻ ആയിട്ട് ഗുണം കിട്ടാൻ വെച്ചാൽ ടെൻഷൻ അയക്കാന്ന് പറയും. ഇല്ല, ദെൻ റിലാക്സ്. ഇപ്പൊ ഞാൻ തിയേറ്ററിലേക്ക് പോണ മുമ്പ് ഇപ്പൊ എന്ത് പറഞ്ഞാലും തിയേറ്ററിലേക്ക് കൊണ്ടുപോകുമ്പോഴത്തേക്കും പേഷ്യന്റിന് ടെൻഷൻ, ബൈസ്റ്റാൻഡേഴ്സിനും ടെൻഷൻ, എനിക്കും ടെൻഷൻ. അപ്പൊ ഞാൻ പേഷ്യന്റ് ബൈസ്റ്റാൻഡേഴ്സിനെ എല്ലാരെയും വിളിച്ചു പറയും ഇത് സമയം എത്രയാണെന്ന് അവരെ വാച്ചിൽ ചോദിക്കും. അപ്പൊ അവര് 10 മണി എന്ന് പറയും. 4 മണിക്കൂർ 2 മണിയാവും. ഈ 2 മണി ആവുമ്പോഴത്തേക്കും സാധാരണ സ്ഥിതിക്ക് മാറും. സർജറി കഴിഞ്ഞിട്ട് ICU എത്തിയിട്ടില്ലെങ്കിൽ നമ്മൾ നിങ്ങളെ ഇൻഫോം ചെയ്യും എന്ന് പറഞ്ഞിട്ട് ദിസ് ഇസ് ഗിവൺ ഇൻസ്ട്രക്ഷൻ ടു പീപ്പിൾ ഹിയർ. അപ്പൊ ഇത് മിക്കവാറും ദേ ഫിനിഷ് ഓഫ് ബിഫോർ ദാറ്റ്. ഇല്ലെങ്കിൽ വിളിച്ച് സംസാരിക്കും. എന്ന് വെച്ചാൽ അവർ അത്രയും ടെൻഷനിൽ ഇരിക്കാനുള്ളതാണ്. അപ്പൊ ഐ ടെൽ ദം നോട്ട് ടു ഗോ ആൻഡ് സിറ്റ് ഹിയർ, റൂമിൽ പോയിരിക്കുക, ഡു സംതിങ് എൽസ്. ഇപ്പൊ ജോലിയുള്ള ആൾക്കാരോട് പറയും ജോലിക്ക് പോയിക്കോളും, ഇത് എന്റെ പണി ഞാൻ ചെയ്യും. ബിക്കോസ് യു കനോട്ട് ഹെൽപ്പ് മീ എനിവേർ. നിങ്ങൾക്ക് എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റിച്ച ഐ കീപ് യു ഹിയർ. അപ്പൊ ഇങ്ങനെ നിങ്ങൾ ഓരോ കാര്യങ്ങളിലും നമ്മൾ മനസ്സിലാക്കുക. നമുക്ക് എവിടെയൊക്കെ നമുക്ക് സ്ട്രെസ് റിലീവ് ചെയ്യാൻ പറ്റും അത് റിലീവ് ചെയ്ത് കൊടുക്കുക.
സർജറി കഴിഞ്ഞിട്ട് അവരെ ഉടനെ വിളിച്ചിട്ട് അവർ വരുമ്പം തന്നെ പറയണം എവറിത്തിങ് ഈസ് ഫൈൻ എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ അവർ നിറ്റവും കുറെ ആൾക്കാർ ഫെയിൽ ചെയ്യും. ബിക്കോസ് ഐ സീ ദാറ്റ്. ബിക്കോസ് ഞാൻ എത്രയോ ആൾക്കാരെ കാണുന്നുണ്ട്, അവർ ആ ടെൻഷൻ അത് കുഴപ്പമൊന്നുമില്ലാതെ പറഞ്ഞിട്ട് നമ്മൾ ലീവ് ഇറ്റ്. ദെൻ ആഫ്റ്റർ 1 hour ടെൽ ദം വാട്ട് ഇഷ്യൂസ് ആ. പിന്നെ ഞാനെപ്പോഴും ചിലപ്പോൾ ഒരു പ്ലാൻ എ പ്ലാൻ ബി എന്നൊക്കെ പറയും. ഇതൊക്കെ നമുക്ക് പറഞ്ഞു കൊടുത്ത് ആൾക്കാരെ സമാധാനിപ്പിക്കാനാണ്. ബേസിക്കലി എന്ത് ചെയ്താലും സമാധാനത്തിനാണ്. ഇതൊക്കെയാണ് നമുക്ക് ആവശ്യമുള്ളത്. ഓക്കെ സർ, ഒരു രസകരമായ ഒരു ചോദ്യം അതിൽ വന്നിട്ടുണ്ട്. പുരുഷന്മാർക്ക് സ്ത്രീകളെ അപേക്ഷിച്ച് ഹാർട്ട് ഡിസീസസ് കൂടുതൽ വരുന്നുണ്ട് എന്ന് ഡോക്ടർക്ക് അഭിപ്രായമുണ്ടോ? കൊറോണറി ആർട്ടറി ഡിസീസ് ഞാൻ അതിനകത്ത് എഴുതിയിട്ടുണ്ട്. പുരുഷന്മാർക്കാണ് പറഞ്ഞ 95% ഓഫ് ദ മെൻ ആണ്. ഒരു 100 people ICU അഡ്മിഷൻസ് നോക്കാൻ 95% മെൻ ആണ്. 5% ആയുള്ളൂ വിമൻ ആയിട്ടുള്ളൂ ലാസ്റ്റ് 20 years ago. ഇന്ന് when we take a statistics today, it is increased by 5%. That is 90% are men, 10% are women. But it is more that they are taking most, though they are taking more stress. നമ്മളിപ്പോ നമ്മൾ ജോലി ചെയ്ത് വീട്ടിലേക്ക് എത്തുമ്പോഴത്തേക്കും അവരെ ടെൻഷൻ അതിനകത്ത് അപ്പുറമാണ്. ബിക്കോസ് അവർക്ക് ചെറിയ ചെറിയ ഇഷ്യൂസ് ദേ ക്യാൻ ഹാവ് ഇറ്റ്. പിന്നെ നമുക്ക് ഒരു കാര്യമുണ്ട്, നമുക്കൊരു ചില സോൺസ് ഉണ്ട് നമ്മുടെ ബ്രെയിനിൽ. ദാറ്റ് ഈസ് ഒരു ഒന്നുമില്ലാത്തൊരു സോൺ ഉണ്ട്. നമുക്ക് അങ്ങനെ കുറെ നേരം ഫിഷിങ് ആണുങ്ങൾ കണ്ടിട്ടുണ്ട്. നിങ്ങൾ പുറത്തൊക്കെ ഫിഷിങ് ചെയ്യണത് 1 മണിക്കൂറൊക്കെ ഇരിക്കുക, ഒന്നും മിണ്ടാണ്ട്. എന്താ ഇതില് ഒന്നുമില്ല. ഇതാണ് ആണുങ്ങളെ കഴിവ്. പെണ്ണുങ്ങൾക്ക് പറ്റില്ല. ദേ സോ വയർഡ്, സോ ദേ കാൻ ഡു ദാറ്റ്. അപ്പൊ അത് മനസ്സിലാക്കുക. അവർക്ക് നിറ്റും അവർക്ക് കൊറോണറി ഡിസീസ് വളരെ കുറവാണ്. അതൊരു ജനറ്റിക്. മെയിനായിട്ട് അവരെ സപ്പോർട്ട് ചെയ്യണത് എങ്ങനെയാണെന്ന് വെച്ചാൽ മെയിനായിട്ട് അവരെ എസ്ട്രോജൻസ് ഉണ്ട്, ഹോർമോൺസ് ഉണ്ട്. അത് നമ്മളെ മെനപ്പോസ് വരിക്ക് സപ്പോർട്ട് ചെയ്യും. മെനപ്പോസ് കഴിയുമ്പോൾ ആ പെരി മെനപ്പോസൽ ടൈമിലാണ് സാധാരണ കൊറോണറി ഡിസീസ് മുന്നോട്ട് വരാം. അവരുടെ സിംറ്റംസ് വളരെ ഡിഫറെന്റ്. അതിനായിട്ട് ഞാൻ ഒരു പ്രാവശ്യം എഴുതിയിട്ടുണ്ട്. ദേ ഡോണ്ട് ടെൽ യു ദാറ്റ് ദേ ഹാവ് ചെസ്റ്റ് പെയിൻ ലൈക്ക് യു. അവര് ബെഡ്ഷീറ്റ് വിരിക്കുമ്പോഴാണ് എനിക്ക് ഉണ്ടാവാന്ന് പറയും. ഞാൻ ബെഡ് ഉണ്ടാക്കും. വെൻ ഐ എം മേക്കിംഗ് മൈ ബെഡ് ഓർ ഐ എം ഡൂയിങ് സംതിങ്, കുറെ ചപ്പാത്തി കഴിക്കും. ഓരോ അത് മനസ്സിലാക്കണം. അവരുടെ മെയിൻ ഇഷ്യൂ എന്താ വെച്ചാൽ ദേ വിൽ നോട്ട് വോണ്ട് ടു ടെൽ ദിസ് ടു ദ ഫാമിലി. എന്താ വെച്ചാൽ അപ്പം ടേബിൾ വരുമ്പോഴേക്കും മറ്റം പറഞ്ഞിട്ടുണ്ടാവുക എന്റെ പരീക്ഷയ്ക്ക് പറ്റതായിരിക്കും, മറ്റാളെ കാറ് വാങ്ങണതിന്റെ ലോണിന്റെ ആയിരിക്കും. അപ്പൊ they are always tied up in the financial issues. അപ്പൊ ഇതിന് നമുക്ക് മനസ്സിലാക്കി കൊടുക്കണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ടെൽ, ബിക്കോസ് വി ആർ ഓൾ ഇൻഷുർഡ്, നത്തിങ് ടു വറി. ഇന്ത്യന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ചാൽ വി ആർ നോട്ട് ഇൻഷുർഡ്. ഇപ്പൊ ഞാൻ ഓസ്ട്രേലിയയിൽ ഉണ്ടാകുമ്പോൾ ഇറ്റ് ഇസ് ദേ നോട്ട് ഇവൻ കെയർ. അപ്പൊ അവരൊക്കെ ഏത് കൺട്രിയിലും ഹെൽത്ത് ഇസ് ടേക്കൻ കെയർ ഓഫ്. ഇന്ത്യയിൽ ഹെൽത്ത് ടേക്കൻ കെയർ ഓഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ കുറെ കാര്യങ്ങൾ സമാധാനം. നെക്സ്റ്റ് വൺ. ഹാർട്ട് കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ ബൈപ്പാസോ ആൻജിയോപ്ലാസ്റ്റിയോ ഈസ് ഇറ്റ് എസെൻഷ്യൽ? മറ്റു ട്രീറ്റ്മെന്റ് എന്തെങ്കിലും? കൊറോണറി ആർട്ടറി ഡിസീസ് എന്ന് പറഞ്ഞ സാധനം ഐഡന്റിഫൈ ചെയ്തത് ആൻജിയോഗ്രാം ചെയ്ത് കണ്ടുപിടിച്ചു. ഇപ്പൊ ഇതില് നമ്മളൊരു 80 to 90% ബ്ലോക്ക് ഇല്ലെങ്കിൽ നമ്മൾ ഒരു ട്രീറ്റ്മെന്റ് നമ്മൾ ഈ ഇന്റർവെൻഷന്റെ പറയില്ല. ദർ ഓൺ മെഡിക്കൽ മാനേജ്മെന്റ്. എല്ലാ ആൾക്കാർക്കും മെഡിക്കേഷൻസ് ഉണ്ട്. എന്താ വെച്ചാൽ മിക്കവാറും എല്ലാവർക്കും ബ്ലഡ് പ്രഷർ ഉണ്ടാവും, ബ്ലഡ് ഷുഗർ ഉണ്ടാവും, പിന്നെ കൊളസ്ട്രോൾ ഉണ്ടാവും. അപ്പൊ ഈ ഇത് കൺട്രോൾ ചെയ്തുകൊണ്ട് പോവാം. ഇത് കൺട്രോൾ ചെയ്തിട്ട് കാർഡിയോളജിസ്റ്റിനെ കണ്ടിട്ട് അവർ നോക്കി പറയും. സോ ദാറ്റ്സ് വാട്ട് ദ മെഡിക്കൽ മാനേജ്മെന്റ് സ്റ്റിൽ സ്റ്റാൻഡ്സ് ഗുഡ്. ഇന്റർവെൻഷന്റെ ഗുണം ഓൺലി ഇഫ് ഇറ്റ് ഇസ് സോ ക്രിട്ടിക്കൽ ദാറ്റ് ഹി കനോട്ട് ഡു ഹിസ് നോർമൽ വർക്ക്. കോർണറി ഇന്റർവെൻഷൻ പറഞ്ഞ ആൻജിയോപ്ലാസ്റ്റി എന്ന് പറഞ്ഞ സാധനം. ഈ ആൻജിയോപ്ലാസ്റ്റി എന്ന് പറഞ്ഞ സംഭവം ചെയ്യാൻ പറ്റാത്ത രക്തക്കുഴലുകൾ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ കാർഡിയക് സർജറിക്ക് വരേണ്ട ആവശ്യമുള്ളൂ. സോ വി ആർ ലുക്കിംഗ് അറ്റ് എ ഭയങ്കര ചെറിയ നമ്പർ ഓഫ്. അതാണ് കാർഡിയക് സർജറി ഇന്നത്തെ കാലത്ത് ദ നമ്പേഴ്സ് ഹവ് കം ഡൗൺ. But we get the most difficult coronaries because angioplasty ചെയ്യാൻ പറ്റൂലെങ്കിൽ മാത്രമേ ഉള്ളൂ. ആൻജിയോപ്ലാസ്റ്റി ചെയ്യാൻ എത്തണം ആദ്യം, അത് പറ്റൂലെങ്കിൽ മാത്രമേ ഉള്ളൂ സർജറിക്ക് എത്തുള്ളൂ. അപ്പം അന്നത്തെ കാലത്തിനാട്ടും ഇന്നത്തെ റിസൾട്ട്സ് ആർ മച്ച് വേഴ്സ്. പറഞ്ഞാൽ നമുക്ക് മോർ കോംപ്ലിക്കേഷൻസ് ഇതൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പൊ ബിക്കോസ് പേഷ്യൻസ് കം ഓവർ ഏജ്ഡ് പേഷ്യൻസ് വരാം. അപ്പൊ അവരെ ബാക്കി കോമോബിലിറ്റീസ് ഉണ്ടാവും. മിക്കവാറും എല്ലാവരും ക്രിയാറ്റിൻ 1.52 ഒക്കെ ആയിരിക്കും. പിന്നെ ഡയാലിസിസിലെ പേഷ്യൻസ് ഒക്കെ വരാം. പിന്നെ ലിവറിന്റെ പ്രോബ്ലം ഉണ്ടാവും, അല്ല പിന്നെ സ്ട്രോക്ക് രണ്ടെണ്ണം കഴിഞ്ഞേ. അപ്പൊ ഇവർക്കൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സർജറിക്കാണ് നമ്മൾ നോക്കിയിട്ട്. അങ്ങനെയാണ് ഈ ബീറ്റിംഗ് ഹാർട്ടിലേക്ക് എത്തിയത്, ഹാർട്ടിലെ മെഷീൻ കണക്ട് ചെയ്യാണ്ട് എത്തിയത്. അപ്പൊ ഇതൊക്കെ എത്തുന്നത് ബിക്കോസ് ഈ കോമോബിലിറ്റിയിലെ പേഷ്യൻസിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതൊക്കെയാണ് കാര്യം. അപ്പൊ ഇത് മനസ്സിലാക്കേണ്ടത്രേ ഉള്ളൂ. യു ഹാവ് ടു ഗോ ത്രൂ ദ ഹോൾ ഗാമറ്റ് ഓഫ് ട്രീറ്റ്മെന്റ്, ദെൻ ഓൺലി കം ഫോർ കാർഡിയക് സർജറി ഓർ കാർഡിയോളജി ഇന്റർവെൻഷൻ. ഓക്കെ സർ, സ്മോക്കിങ്ങിനെ പറ്റി ഒരു ചോദ്യം വന്നിട്ടുണ്ട്. എനിവേ കണക്റ്റഡ് വിത്ത് ഹാർട്ട് ഡിസീസസ്. ഞാൻ ചില ആൾക്കാരോട് പറയും
തിയേറ്ററിൽ സ്മോക്ക് ചെയ്യാൻ പറ്റില്ല, ഞങ്ങൾക്ക് അനസ്തീസിയ കൊടുക്കേണ്ടതാന്ന് പറയും. അത്ര സ്മോക്കേഴ്സ് ഉണ്ട്. സോ ബട്ട് ഇന്നത്തെ കാലത്ത് സ്മോക്കേഴ്സ് വളരെ കുറവാണ്. എന്താ വെച്ചാൽ തിയേറ്ററിൽ പറഞ്ഞ ഓപ്പറേഷൻ തിയേറ്റർ പറ്റി പറഞ്ഞിട്ടാ, ഈ പേഷ്യൻസ് ആർ ദർ ആർ സോ മെനി ക്രോണിക് സ്മോക്കേഴ്സ്. അവരെ പ്രോബ്ലം എന്താ വെച്ചാൽ ഹാർട്ടിനകത്ത് ലങ്ങിന പ്രോബ്ലംസ്. ഈ കൊറോണറി ആർട്ടറി ഡിസീസിൽ സ്മോക്കേഴ്സിന്റെ മെയിൻ തിങ് എന്താ വെച്ചാൽ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഈ പ്ലേറ്റ്ലെറ്റിന് സ്റ്റിക്കിനെസ് കൂടും. അവർക്ക് കൂടുതൽ ഉണ്ടാവുന്നത് പെരിഫറൽ വാസ്കുലർ ഡിസീസിന്, കാലിലും കയ്യിലൊക്കെ അല്ലെ, കാലിലുള്ള രക്തകോശങ്ങളിൽ ബ്ലോക്ക് ഉണ്ടാവും, ഇതിൽ വേദന ഉണ്ടാവും, നടക്കുമ്പോൾ വേദന ഉണ്ടാവും. ഇതൊക്കെ മോസ്റ്റ്ലി സ്മോക്കേഴ്സ് ഉണ്ടാവാം. ഹാർട്ടിനുള്ള ആൾക്കാർക്ക് ഇതേമാതിരി തന്നെയാണ്. ഈ സെയിം ആർട്ടറി തന്നെയാണ് എല്ലാ സ്ഥലത്തും ഉള്ളത്. ചെസ്റ്റിനുള്ളതും കയ്യിലും കാലിലും ബ്ലെയിനിലും പോണൊക്കെ സ്മോക്കിംഗ്. എനിവൺ ഹു സ്മോക്കിംഗ്, ദ ഓൺലി തിങ് യു ക്യാൻ ഡു ഇസ് സ്റ്റോപ്പ് സ്മോക്കിംഗ്. യെസ് സർ. പിന്നെ വേറെ ഒന്നുമില്ല. ഓക്കെ സാർ. വേറെ നമ്മൾ അയച്ചു കിട്ടിയ ചോദ്യങ്ങൾ കഴിഞ്ഞു. മറ്റുള്ള ആൾക്കാർക്ക് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവസരമാണ്. സാബി വക്കീൽ എന്ത് ചോദിക്കുന്നുണ്ടല്ലോ? സാബി വക്കീൽ. ഡോക്ടർ, ഈ ECGയും ട്രെഡ്മില്ലും അല്ലാതെ ഹാർട്ട് കണ്ടീഷൻ നേരത്തെ അറിയാൻ നമുക്ക് വല്ല മാർഗമുണ്ട് ഇന്നത്തെ കാലത്ത്? എന്താ വെച്ചാൽ സാധാരണ ഒരു ഹെൽത്തുള്ള ഒരാൾക്ക് അയാൾക്ക് ഹാർട്ട് അതിന്റെ കുഴപ്പമുണ്ടോ എന്നൊക്കെ അറിയേണ്ട ഒരു ടെസ്റ്റ് ഉണ്ടോ? അതെ, ഇപ്പോഴുണ്ട്. ഈ സ്ട്രെസ് എക്കോ എന്ന് പറഞ്ഞ സാധനമുണ്ട്. എക്കോ സ്ട്രെസ് ചെയ്തിട്ട് ചെയ്യണ എക്കോ. ഇപ്പൊ ചില ആൾക്കാർക്ക് ECGയിലും ചേഞ്ചസ് ഉണ്ടാവില്ല. സാധാരണ എക്കോല് ചേഞ്ച് ഉണ്ടാവണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഹാർട്ട് അറ്റാക്ക് ഉണ്ടായിട്ട് ആ ഭാഗത്തെ മയോകാർഡിയം മൂവ് ചെയ്യാണ്ടിരുന്നാൽ മാത്രമേ ഉണ്ടെന്നുള്ളൂ അറിയാൻ പറ്റുള്ളൂ. റീജിയണൽ വാൾ മോഷൻ അബ്നോർമാലിറ്റി എന്ന് പറയും. അത് നമുക്ക് അറ്റാക്ക് ഉണ്ടായാൽ മാത്രമേ അറിയുള്ളൂ. അല്ലെങ്കിൽ അറ്റാക്ക് ഉണ്ടാവുമ്പം അറിയും. അറ്റാക്ക് ഉണ്ടായ ആൾക്കാർക്ക് അറിയാം. അതിന് മുമ്പ് ഈ ECGയിൽ ചേഞ്ച് വരണമെങ്കിൽ ഒന്നിക്കൽ 1 മണിക്കൂർ 2 മണിക്കൂർ ആവും ECGയിൽ ചേഞ്ച് വരാൻ. അതൊന്നും ഉണ്ടാവില്ല. സ്ട്രെസ് ട്രെഡ്മിൽ ചെയ്യുമ്പോൾ ചില ആൾക്കാർക്ക് ചേഞ്ചസ് ഒന്നും ഉണ്ടാവില്ല. പക്ഷെ ഈ ട്രെഡ്മിൽ കഴിഞ്ഞിട്ട് ഇരിക്കുമ്പോഴാണ് ചേഞ്ചസ് വരാൻ. അത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതൊക്കെ വാച്ച് ചെയ്യാൻ പറ്റും. ഇതൊന്നുമില്ലാണ്ട് ചില ആൾക്കാർക്ക് ഡോപ്പമിൻ അല്ലെങ്കിൽ സ്ട്രെസ് താലിയം ഇങ്ങനെ വേറെ കുറെ ടെസ്റ്റുകളുണ്ട്. അത് നിങ്ങൾ കാർഡിയോളജിസ്റ്റിനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർ പറഞ്ഞുതരും ഏതാ നിങ്ങൾക്ക് ഉത്തമം, വിച്ച് വിൽ ബി ബെറ്റർ ഫോർ യു. ദാറ്റ്സ് ദ ബെസ്റ്റ് തിങ്. ബട്ട് നത്തിങ് ക്യാൻ പ്രെഡിക്റ്റ് ദാറ്റ് യു ആർ ഗോയിങ് ടു ഗെറ്റ് എ ഹാർട്ട് അറ്റാക്ക്. അത് ഞാൻ ഇപ്പോൾ എഴുതിയത്. Okay. Next question. Thank you, Mr. Ramina. ഈ ഡോക്ടർ ഭക്തവത്സരം എന്ന് പറയുന്നത് സോറി Okay, please. സെക്കൻഡ്. ഈ ഒരു ഹാർട്ട് സർജൻ ഡോക്ടർ ഭക്തവത്സരം അദ്ദേഹത്തിന്റെ ഒരു വാട്സപ്പിൽ കണ്ടാണ് അദ്ദേഹം പറയുന്നത് ഒരു പോക്കറ്റിൽ നിങ്ങൾ ഈ ഡോക്യുമെന്റും അതുപോലെ 2-3 മെഡിസിൻസ് നിങ്ങൾ സ്ഥിരമായി സൂക്ഷിക്കണം. അതിൽ എന്തെങ്കിലും വലിയ കുഴപ്പമുണ്ട് ഇത്രയും കാര്യത്തിൽ? അത് ഐ ഡോണ്ട് തിങ്ക് ഇറ്റ്സ് എ പോസിബിലിറ്റി. ഐ മീൻ എക്കോസ്പ്രിൻ കഴിക്കണം, വായിലിടണം എന്നൊക്കെ പറഞ്ഞു. എനിക്ക് തോന്നുന്നു യു ടോക്കിംഗ് അബൌട്ട് ഡോക്ടർ ഫ്രം കോയമ്പത്തൂർ അല്ലേ? അതിന് പറഞ്ഞ 2-3 മരുന്നുകൾ പറഞ്ഞു, എനിക്ക് ഓർമ്മയില്ല. വായിലിടാൻ, പിന്നെ എന്തെങ്കിലും വേറെ ഒരു സ്റ്റാറ്റിൻ, ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ബേസിക്കലി ഇത്രയേ ഉള്ളൂ. നമ്മുടെ നാട്ടില് കേരളത്തിൽ നോക്കാൻ വെച്ചാൽ 2 കിലോമീറ്റർ പോയാൽ ഒരു ഹോസ്പിറ്റൽ ഉണ്ടാവും. അവിടെ എത്ര ഏറ്റവും നല്ലത് മോണിറ്റർ ചെയ്യാം, അപ്പോൾ മനസ്സിലാവുള്ളൂ. അതായത് എനിക്ക് കോയമ്പത്തൂരൊക്കെ അങ്ങനെ തമിഴ്നാട്ടിലൊക്കെ ആയിരിക്കാം. പക്ഷെ കേരളത്തില് there is no dearth for there are 200 cath labs in Kerala. Okay. So relax, don't have any medicines like that. So best thing is not to do anything like that, but inform. There are enough and more friends here to help you around. Okay, thank you. Okay. മറ്റു ചോദ്യങ്ങൾ? ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ? പ്ലീസ് കം ഓൺ. ഡോക്ടർ, ഇപ്പൊ നമ്മുടെ ഡോക്ടർ പറഞ്ഞല്ലോ ഏറ്റവും അടുത്തുള്ള ഹോസ്പിറ്റലിൽ തന്നെ എത്തിക്കാനായിട്ട്. അപ്പൊ എന്റെ ഒരു സംശയം, സാധാരണ ഈ ഹാർട്ട് ഡിസീസിന്റെയും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡോക്ടർ പറയും, അല്ലെങ്കിൽ പല ഹോസ്പിറ്റലിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ആൻജിയോപ്ലാസ്റ്റി അല്ലെങ്കിൽ ഈ പറഞ്ഞ സർജറി ചെയ്യാൻ പറഞ്ഞത്. ആ സന്ദർഭത്തിൽ നമുക്കൊരു സെക്കൻഡ് ഒപ്പീനിയനെ വെയിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ നല്ലൊരു ഹോസ്പിറ്റലിലേക്ക് പോകാനോ നമ്മൾ ശ്രമിക്കുന്നത് നല്ലതാണോ? അത് ഇമ്മീഡിയറ്റ്. പക്ഷെ ആദ്യം ഈ ഫസ്റ്റ് ഹോസ്പിറ്റലിൽ പോയിട്ട് ഒരു പെർഫെക്റ്റ് ഡയഗ്നോസിസ് കിട്ടുമെന്ന് നോക്കാം. ഇപ്പൊ ഞാൻ പറഞ്ഞ മാതിരി ഈ ട്രോപ്പോണിൻ ഐ ടെസ്റ്റ് ചെയ്യാൻ പറ്റൂലെങ്കിൽ ആ ഹോസ്പിറ്റലിന് വേറെ ഹോസ്പിറ്റലിൽ പോണത് വളരെ ഉത്തമമാണ്. ഇറ്റ്സ് ബെറ്റർ. ഓക്കെ. മീൻവൈൽ ഇപ്പൊ നമുക്ക് അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഓൾവേസ് കോൾ അപ്പ് ആൻഡ് ഫൈൻഡ് ഔട്ട്. കേട്ടോ, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നോട്ട് ടു സ്റ്റേ ഇൻ ദറ്റ് പ്ലേസ് ഇഫ് ദേ ഡോണ്ട് ഹാവ് മോണിറ്ററിംഗ് ഫെസിലിറ്റീസ്. നിങ്ങൾക്ക് ട്രീറ്റ് ചെയ്യാനുള്ള സംഭവം ഇപ്പം എല്ലാ പേഷ്യന്റിനും പിടിച്ചിട്ട് പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ മിക്കവാറും വയനാട്ടിൽ വരുന്ന ആൾക്കാർ ദേ വിൽ ഗോ ഇൻ ഫോർ ത്രോംബോലൈസിസ്. ത്രോംബോലൈസിസ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഉണ്ട്. ആ മരുന്ന് കൊടുത്ത ഇഞ്ചക്ഷൻ രക്തം ക്ലോട്ട് അലിച്ചു കൊടുക്കുന്നത്. അതിലും പക്ഷെ അതിലൊരു 25% ഡോണ്ട് സക്സീഡ് കാരണമാണ് നമ്മൾ ഇതിലേക്ക് മാറിയത്, പ്രൈമറി ആൻജിയോപ്ലാസ്റ്റിയിലേക്ക്. കേട്ടാ,
അപ്പം എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെങ്കിൽ വൈ ഐ സേ ഈസ് ഗോ ടു ദ നിയറസ്റ്റ് ഹോസ്പിറ്റൽ. ഈ കാർഡിയാക് പേഷ്യന്റിന് ഒരൊറ്റ പ്രോബ്ലം ഉള്ളൂ. ഈ മെയിൻ രക്തക്കൊഴലിൽ ബ്ലോക്ക് ആയിട്ടുണ്ടെങ്കിൽ പിന്നെ ഹാർട്ട് താളം തെറ്റി അടിക്കാൻ തുടങ്ങും, ഫിബ്രിലേറ്റ് ചെയ്യും. ഈ ഫിബ്രിലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ രക്തോട്ടം തലച്ചോറിൽ പോയില്ല. ഒരു രക്തോട്ടം തലച്ചോറിൽ പോയില്ലെങ്കിൽ ഒരു 2 മിനിറ്റ് ആകുമ്പോൾ കഴിഞ്ഞതിന് ശേഷം രക്തോട്ടം പോയാൽ അയാൾ അപ്പത്തേക്കും ബ്രെയിൻ ഡെഡ് ആയി, പിന്നെ പോയിട്ട് കാര്യമില്ല. അതിനാണ് ഈ CPR. അപ്പം നമ്മൾ പറയില്ല, ഇപ്പൊ കാറിൽ ചുമയ്ക്കാൻ പറയും, നമ്മൾ സ്റ്റോപ്പ് ഡ്രൈവിംഗ്, ഫസ്റ്റ് തിങ് സ്റ്റോപ്പ് ഡ്രൈവിംഗ്. എന്താ വെച്ചാൽ നമ്മൾ ഡ്രൈവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ മാത്രമല്ല റോഡിലെ ആൾക്കാർ മരിച്ചു. അപ്പൊ അത് അവോയ്ഡ് ചെയ്യാം. പിന്നെ ഇമ്മീഡിയറ്റ്ലി യു ഷുഡ് ഹാവ് എ നമ്പർ യു പ്രസ് ആൻഡ് സമൺ ഷുഡ് കം ആൻഡ് ഹെൽപ്പ് യു. ഇത് വേറൊരു കാര്യം. ഇതൊക്കെ നമ്മൾ BLS പറയേണ്ട ഒരു കാര്യങ്ങളൊക്കെയാണ് ഞാൻ ആലോചിക്കും. ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ CPR വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു കാര്യം ഇതിലൊക്കെ. CPR പറയും. അല്ല, ഒരു 10 വർഷം മുൻപ് എറണാകുളത്ത് ഇതുപോലെ ഡോക്ടർ പെരുകുളം ഒരു ഡോക്ടർ ഞങ്ങൾ ക്ലാസ് വെച്ചു. 1000കണക്കിന് വക്കീലന്മാരുള്ള അസോസിയേഷൻ വെച്ചിട്ട് ആകെ വിരലിലെണ്ണാവുന്ന ആൾക്കാരാണ് ആ ട്രെയിനിങ്ങിൽ പങ്കെടുത്തത്, CPR ട്രെയിനിങ്. അപ്പൊ അതാണ് നമ്മുടെ ഒരു അവസ്ഥ. നമുക്കൊരു CPR കൊടുക്കണമെങ്കിൽ നമ്മൾ പഠിക്കണ്ടേ? പക്ഷെ എക്സാക്ട്ലി. ഇപ്പൊ ഞാൻ എന്റെ അഭിപ്രായം എന്താ വെച്ചാൽ ഇപ്പൊ ഞാൻ ജയരാജനോടൊക്കെ പറയായിരുന്നു, CPR ഇങ്ങനെ കൊടുക്കാൻ പറ്റുന്നില്ലത്. ഇറ്റ്സ് വളരെ സിമ്പിൾ സാധനം. ഈ ഹോസ്പിറ്റൽ, മൈത്ര ഹോസ്പിറ്റൽ അല്ലെങ്കിൽ മിംസ് ഹോസ്പിറ്റലൊന്നും not one staff member is admitted joining the hospital without knowing CPR. പഠിക്കാണ്ട് വന്നാൽ അവന് ട്രെയിനിങ് കൊടുത്തിരിക്കും, നിറ്റുള്ള അവരെടുക്കുള്ളൂ. അപ്പൊ ഇതൊക്കെ എന്താ വെച്ചാൽ ബാക്കിയുള്ള സ്റ്റാഫിന്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് പഠിപ്പിക്കുന്നത്, അല്ലാണ്ട് അവനെ നന്നാക്കാൻ വേണ്ടിയിട്ടൊന്നല്ല. സംഭവം മനസ്സിലാക്കണം. സോ ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടന്റ് തിങ്. നമുക്ക് കാലത്ത് എന്നിട്ട് പല്ലേക്ക് അറിയിച്ച CPR പഠിച്ചിരിക്കണം. ദാറ്റ് ഇസ് ഹൗ മച്ച് ഐ. യെസ് സർ. സോ താങ്ക് യു അഡ്വക്കേറ്റ് ജോസ് ഫ്രം എറണാകുളം. ക്വസ്റ്റ്യൻസിന് ഡോക്ടർ മുരളി, അത് ഏഞ്ചൽസ് ഇന്റർനാഷണൽ എന്ന് പറഞ്ഞ ഒരു ഓർഗനൈസേഷൻ BLS അടക്കമുള്ള കാര്യങ്ങൾക്ക് ശ്രദ്ധ കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, ദെൻ അഡ്വക്കേറ്റ് സുരേഷ് മേനോൻ, ഡോക്ടറുടെ സ്പെഷ്യാലിറ്റി ഉള്ള ബീറ്റിംഗ് ഹാർട്ട് സർജറിയെ പറ്റി ഒരു ചോദ്യം ചോദിക്കാനുണ്ടെന്ന് പറഞ്ഞിരുന്നു. സുരേഷ് മേനോൻ. ഹലോ, എന്റെ സംശയം ഡോക്ടറെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞിരുന്നു മോർട്ടാലിറ്റി സർജറി ചെയ്ത് എലിജിബിൾ പക്ഷെ നമ്മൾ കുറച്ചുകൂടെ കൂടുതൽ. അപ്പൊ അത് ആ ഇപ്പം അതിനെപ്പറ്റി സംസാരിക്കാൻ വെച്ചാൽ ഈ ബീറ്റിംഗ് ഹാർട്ട് സർജറി എന്ന് പറഞ്ഞാൽ ഇപ്പൊ ലോകത്തിലൊരു 5% ഓഫ് കാർഡിയാക് സർജൻസ് മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊസീജിയറാണ്. ഈ ബീറ്റിംഗ് ഹാർട്ട് സർജറി 1990-ലാണ് തുടങ്ങിയത്. ബൈ എൻഡ് ഓഫ് 1990 ആക്ച്വലി ഇന്ത്യ ഇസ് റിയലി ടേക്കൺ ഇറ്റ് അപ്പ് ഫുൾ. ഇതിൽ എടുത്തിട്ടും 2010 ഒക്കെ ആകുമ്പോഴത്തേക്കും നോട്ട് ഈവൻ 10% ഓഫ് പീപ്പിൾ ആർ ഡൂയിങ് 100% ഓഫ് ബീറ്റിംഗ് ഹാർട്ട് സർജറി. ബീറ്റിംഗ് ഹാർട്ട് സർജറിന്റെ മെയിൻ ഫ്ലോ ഇസ് ദാറ്റ് ഇറ്റ് കനോട്ട് ബി ട്രെയിൻ സോ വെൽ ടു അനദർ പേഴ്സൺ അൺലെസ് ഹി ട്രെയിൻസ് ഇറ്റ് ഹിംസെൽഫ്. അതിലൊരു മൈൻഡ് സെറ്റ് വേണം. ഇപ്പൊ നമ്മൾ റിലിജൻ മതിയാ, നമുക്കതൊരു മൈൻഡ് സെറ്റ് വേണം. വി നീഡ് ടു റിയലി പ്രാക്ടീസ് ഇൻ സച്ച് എ വേ ദാറ്റ് നമുക്ക് സർജറി ചെയ്യുമ്പോൾ ഹാർട്ട് ലങ് മെഷീൻ ഉപയോഗിക്കാണ്ട് ചെയ്യും വേണം, അതിന്റെ പെർഫെക്ഷനും വേണം, പേഷ്യന്റ് സർവൈവ് ചെയ്യും വേണം, അയാൾക്ക് റിസൾട്ട് ചെയ്യാൻ കിട്ടണം. അപ്പൊ ഇതിൽ എത്തണമെങ്കിൽ ഈ കോമോബിലിറ്റീസിൽ ആൾക്കാർക്ക് നല്ലതാണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എല്ലാ കോമോബിലിറ്റീസിൽ ആൾക്കാർക്കും നമുക്കിത് ചെയ്യാൻ പറ്റില്ല ചില ആൾക്കാർക്ക്. അപ്പൊ ഇതിന്റെ ട്രെയിനിങ് ഇറ്റ്സ് എ സെൽഫ് ടോട്ട് തിങ് ആൻഡ് യു ഗോ ടു പ്ലേസസ് ടു ട്രെയിൻ ദം. ഇപ്പൊ ചില സ്ഥലത്ത്, ഇപ്പം ഓസ്ട്രേലിയ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞാൻ കൊറോണറി ബൈപ്പാസ് സർജറി ട്രെയിൻ ചെയ്ത സ്ഥലത്ത് അവിടെ ബൈപ്പാസ് ശസ്ത്രക്രിയ ഇന്ന് വരെയും ബീറ്റിംഗ് ഹാർട്ടിൽ ചെയ്തിട്ടില്ല. ബിക്കോസ് ദേ ആർ കംഫർട്ടബിൾ വിത്ത് ദ ഹാർട്ട് ലങ് മെഷീൻ ആൻഡ് ദേ ആർ ആക്സെപ്റ്റിംഗ് ദ ലെസ് ദൻ 2% മോർട്ടാലിറ്റി. ഇപ്പൊ നമ്മൾ ആ 2% ലെസ് ദൻ 1% ആക്കണമെങ്കിൽ ഉണ്ടാക്കുന്ന സ്ട്രഗിൾ ആണ്. എന്താ വെച്ചാൽ അവിടുത്തെ പേഷ്യൻസിന് സർജറി കഴിഞ്ഞിട്ട് നമ്മളിപ്പോ ഞങ്ങൾ മെഡിക്കൽ ഫീൽഡിൽ നോക്കാൻ യൂസ് ഓഫ് അയനോട്രോപ്സ്, യൂസ് ഓഫ് ബലൂൺ പമ്പ്, ഇങ്ങനെ കുറെ കാര്യങ്ങൾ, ചെറിയ ചെറിയ കാര്യങ്ങൾ അതിൽ വെച്ചിട്ടാണ് നമുക്ക് വി കുഡ് ഇംപ്രൂവ് ഇൻ ഓൾ ദോസ് തിങ്സ്. നമുക്ക് ആ മരുന്നുകളൊന്നും ഇല്ലാണ്ട് ഒരു ജനറൽ സർജിക്കൽ പ്രൊസീജിയറിന്റെ ലെവലിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ഇറ്റ് ഈസ് ജസ്റ്റ് ഒരു ടീം വർക്കാണ്. ആ ടീമിന് അനസ്തീസിയ, അനസ്തറ്റിസ്റ്റും സർജൻസിനും എല്ലാവർക്കും അത് ചെയ്യാൻ പറ്റണം. ആ ടീമിനെ മനസ്സിലാക്കണം. ഇന്റൻസീവ് കെയർ മാനേജ്മെന്റ് ആ ടീമിനാണ് ചെയ്യാൻ പറ്റുന്നത്. ഇതിൽ ഞാൻ ചെയ്യണത് ഒരു 50% ഉള്ളൂ. 50% നമ്മുടെ ടീമാണ്. ദാറ്റ് ഇസ് വെൻ ഐ മൂവ് ഫ്രം വൺ പ്ലേസ് ടു അനദർ പ്ലേസ്, ഇറ്റ് വാസ് മൈ ഹോൾ ടീം. ഇപ്പൊ ഞാൻ പുറത്തു പോയി ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ഒരു ടീമായിട്ട് പോയാൽ എനിക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. ദാറ്റ് ഇസ് ഹൗ വി ആർ ഏബിൾ ടു ഗെറ്റ് ദ റിസൾട്ട്സ്. അഡ്വക്കേറ്റ് സാബി ഒരു ചോദ്യം എന്ന് പറഞ്ഞ നേരത്തെ കൈ കാണിച്ചിരുന്നു. സാബി ചോദിക്കുന്നുണ്ടോ? പ്ലീസ് കറിയാം.
സോ നമ്മൾ വെയിറ്റ് ചെയ്യണ്ട. മറ്റുള്ള പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന മറ്റുള്ളവർക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. ശ്രീ അഡ്വക്കേറ്റ് ശ്രീകാന്ത്, കോഴിക്കോട് ബാർ അസോസിയേഷൻ പ്രസിഡന്റ്. ഓക്കെ, പ്ലീസ് ശ്രീകാന്ത്, പ്ലീസ്. Good evening, Dr. I'm Advocate Shrikant. My question is, I've read somewhere that there is a difference between heart attack and heart failure. Could you please elaborate on that? Exactly. See, heart attack എന്ന് പറഞ്ഞ സമയം ഇറ്റ്സ് എ വേർഡ് വേർ യുവർ കൊറോണറി ആർട്ടറിയിൽ നമുക്ക് ബ്ലോക്ക് ഇല്ലൊരു കൊറോണറി ആർട്ടറിയിൽ പെട്ടെന്ന് ഒരു ക്ലോട്ട് വന്ന് ഫോം ചെയ്ത് അതിനെ അടയ്ക്കുന്നതാണ് ഹാർട്ട് അറ്റാക്ക്. ഓക്കെ, ആ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവുമ്പോൾ വാട്ട് ഹാപ്പൻസ് ഇസ് അതിന്റെ അപ്പുറത്തേക്കുള്ള രക്തോട്ടം കിട്ടാത്ത കാരണം ആ മസില് ഫെയിൽ ആവും. മസിലിന് പമ്പിങ് ചെയ്യാനുള്ള ശക്തി ഉണ്ടാവില്ല. അപ്പം അത് ഓവർ ടൈം ഇതാണ് സംഭവിച്ചത് ഈ കോവിഡ് സമയത്ത്. ഈ ഹാർട്ട് അറ്റാക്ക് വന്നതിന് ശേഷം അവർ കുറച്ച് കഴിഞ്ഞതിന് ശേഷം ആ മസിലിന് രക്തോട്ടം കിട്ടാണ്ട് വേറെ സ്ഥലത്ത് നിന്ന് മസിലിന് രക്തോട്ടം കൊടുക്കും. ആ രക്തോട്ടം കൊടുത്ത് ഇറ്റ് ഇസ് നോട്ട് ഗുഡ് ഇനഫ്, എന്നാലും അത് ഹാർട്ട് ഗോസ് ഓൺ. അപ്പം ഹാർട്ടിന്റെ ഫംഗ്ഷൻ റിജക്ഷൻ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞൊരു വർക്ക് ഉണ്ട്. ഈ പമ്പിങ് സാധാരണ സാധാരണ ഒരാൾക്ക് ഒരു 60% ഉണ്ടാവും. അതൊന്ന് കുറഞ്ഞ് ഒരു 30% എത്തുമ്പോഴത്തേക്കുമാണ് അതിൽ കുറയുമ്പോൾ ഹാർട്ട് ഫെയിലിയറിലേക്ക് വരുന്നത്. ഹാർട്ട് ഫെയിലിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാർട്ടിന് പമ്പ് ചെയ്ത് നമ്മളെ ശരീരത്തിലേക്ക് ആവശ്യമുള്ള സ്ഥലത്തേക്ക് ഒന്നും രക്തോട്ടം കിട്ടാത്ത കാരണമാണ് ഈ ഹാർട്ട് ഫെയിലിയറിലേക്ക് വരുന്നത്. സോ ദാറ്റ് ഈസ് ഹാർട്ട് ഫെയിലിയർ. ഈ ഹാർട്ട് ഫെയിലിയർ എന്ന് വരുമ്പോഴത്തേക്കാണ് ഇതിന്റെ ട്രീറ്റ്മെന്റ് മാറി. ഇപ്പം ബൈപ്പാസ് ശസ്ത്രക്രിയ ഇപ്പം 20% കുറഞ്ഞ ഒരാൾക്കാണ് സിവിയർ ഹാർട്ട് ഫെയിലിയർ. ദേ കം ടു ദ ഹോസ്പിറ്റൽ. അവരെ ചിലപ്പോൾ ശ്വാസം മുട്ടിയിട്ട് വെന്റിലേറ്ററിലിടും, മരുന്നുകൾ കൊടുത്തിട്ട് ഒരു ലെവലാക്കിയിട്ട് പുറത്ത് കൊണ്ടുപോകുമ്പോഴത്തേക്കും ഒരു മാസം കഴിയുമ്പോൾ പിന്നെയും തിരിച്ചു വരും. ഇങ്ങനെ ഒരു 4-5 പ്രാവശ്യം വരുമ്പോഴത്തേക്ക് തന്നെ നമ്മൾ അവരെ മനസ്സിലാക്കിയിട്ട് അവർക്ക് ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ ചെയ്തിട്ട് അവർക്ക് ട്രാൻസ്പ്ലാന്റ് വേണ്ടി വന്നാൽ മാത്രമേ ഉള്ളൂ ജീവിക്കുള്ളൂ എന്നൊരു ലെവലിലെത്തും. അതിനു മുമ്പ് അത് ഇറ്റ്സ് നോട്ട് എൻ ഈസി തിങ് ടു ഗെറ്റ് ഇറ്റ്. അപ്പോൾ അതിനു മുമ്പ് ചെയ്യാൻ പറ്റുന്നതാണ് ബലൂൺ പമ്പ്, ലെഫ്റ്റ് വെൻട്രിക്കൽ അസിസ്റ്റ് ഡിവൈസ്, റൈറ്റ് വെൻട്രിക്കൽ അസിസ്റ്റ് ഡിവൈസ്, ബയോവെൻട്രിക്കൽ ഇങ്ങനത്തെ കുറെ ഇപ്പം പുതിയ ആർട്ടിഫിഷ്യൽ ഹാർട്ട്സ് വന്നിട്ടുണ്ട്. പുറത്തൊക്കെ നേരത്തെ ഒരു സാധനമാണ്. ഇപ്പം ഇന്നത്തെ കാലത്ത് കേരളത്തിലൊക്കെ അങ്ങനെ ആർട്ടിഫിഷ്യൽ ഹാർട്ട് അവരെ ഹാർട്ടിനെ സപ്പോർട്ട് ചെയ്യാനുള്ള മെഷീൻസ് വന്നിട്ടുണ്ട്. ഇത് ബിക്കോസ് ഓഫ് ഇറ്റ് എക്സ്പെൻസ് ഇപ്പോഴും അത് പോണില്ല. അവിടെയാണ് ഞാൻ അഗൈൻ ഇൻഷുറൻസ് പറഞ്ഞത്. ഇഫ് യു ആർ ഇൻഷുർഡ് ഫോർ ദാറ്റ് യു കെൻ സപ്പോർട്ട് ഇറ്റ്. ചെന്നൈയിലൊക്കെ മേജർ സിറ്റീസിലൊക്കെ ഉള്ളൂ ആൾക്കാർക്ക് അതിനുള്ള ലെവലെത്തുന്നുള്ളൂ. ഇപ്പൊ ഹാർട്ട് ഫെയിലിയറിലെ ആൾക്കാരൊക്കെ നമ്മളതിലൊക്കെ എങ്ങനെയാ വെച്ചാൽ അവിടെയൊക്കെ ഹാർട്ട് ഫെയിലിയർ ആയിട്ട് പിന്നെ വീട്ടിലെ ആൾക്കാർ പറയുമോ എന്നാ ശരി നമുക്ക് മരുന്ന് കൊടുത്ത് ഇങ്ങനെ നോക്കാം. അങ്ങനെയല്ല. ഇന്ന് ഇപ്പൊ ഇഫ് യു ആർ ലെസ് ദൻ 60 ആൻഡ് യു ക്യാൻ ഡെഫിനറ്റ്ലി റിക്കവർ. ചില സപ്പോർട്ട് ചെയ്യാം, ചില ലെഫ്റ്റ് വെൻട്രിക്കൽ അസിസ്റ്റ് ഡിവൈസ് ഉപയോഗിച്ചിട്ട് സപ്പോർട്ട് ചെയ്തിട്ട് യു ക്യാൻ വെയിറ്റ് ഫോർ ഹാർട്ട് ട്രാൻസ്പ്ലാന്റ്, ഒരു ഹാർട്ട് ലങ് ട്രാൻസ്പ്ലാന്റ്. അപ്പൊ ഹാർട്ട് കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാറ്റി വെച്ചാൽ യുവർ ലൈഫ് സ്പാൻ ഇസ് സ്റ്റിൽ ദർ. ഇപ്പൊ ഞാൻ 3 കൊല്ലം മുമ്പ് ഓപ്പറേറ്റ് ചെയ്ത ഒരു പേഷ്യന്റ്, ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് പേഷ്യന്റ് കോഴിക്കോട്, ഇപ്പോഴും ജീവിച്ചിട്ട് അവനൊരു 30-35 വയസ്സുള്ളൂ. ഹി ഈസ് സ്റ്റിൽ അലൈവ് ആൻഡ് വർക്കിംഗ്. ഒരു സൂപ്പർ മാർക്കറ്റിൽ ഡിണ്ടിക്കലിൽ അവിടെ വർക്ക് ചെയ്യണം. ഹി ഈസ് എ പേഴ്സൺ ഹു അത് ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞതിന് ശേഷം ഹി ഈസ് ഗോട്ട് 2 children. സോ ദ തിങ് ഈസ് ഹി ഈസ് ബാക്ക് ടു എ നോർമൽ ഹ്യൂമൻ ബീയിങ്ങിന്റെ ലൈഫിലേക്ക്. ഹി ഈസ് എ ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് പേഷ്യന്റ്. അയാൾക്ക് നമ്മൾ കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന അതേ ഇമ്മ്യൂണോ സപ്രഷൻസിന് കൊടുക്കുന്നുള്ളൂ. സോ ദീസ് ആർ ഓൾ ദ ഫ്യൂച്ചർ ഓഫ് ഹാർട്ട് സർജറി. അപ്പൊ ഹാർട്ട് ഫെയിലിയറിന്റെ ട്രീറ്റ്മെന്റ് ഇതൊക്കെയാണ്. ഹാർട്ട് അറ്റാക്കിനാണ് മറ്റേ ബൈപ്പാസ് ഇതൊക്കെ കാര്യങ്ങൾ. Thank you, Doctor. താങ്ക് യു ശ്രീകാന്ത്. മറ്റുള്ള ചോദ്യങ്ങൾ ഞാൻ ചോദിക്കട്ടെ മാത്യു? പ്ലീസ് ചോദിച്ചു. ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട്. ഐ തിങ്ക് അഡ്വക്കേറ്റ് ജോർജ് ജോസഫ് ഫ്രം ബത്തേരി. ഓക്കെ, പ്ലീസ്. ഡോക്ടർ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. നമ്മുടെ ഒരു സംശയമാണ് ഞാൻ ചോദിക്കുന്നത്. നമ്മുടെ ഹെൽത്തിന് നമ്മള് പ്രത്യേകിച്ച് ഉറക്കത്തെ സംബന്ധിച്ചാണ് ഡോക്ടർമാരെല്ലാവരും ഓൾമോസ്റ്റ് ഡോക്ടേഴ്സ് സേ ദാറ്റ് 7 years മിനിമം അത്രയെങ്കിലും 7 മണിക്കൂറെങ്കിലും രീതിയിലാണ് അതേസമയം ഡോക്ടർ കുറച്ചും സ്ട്രെസ്സിനെ പറ്റി പറഞ്ഞു 4 മണിക്കൂർ ഉറങ്ങിയാൽ മതി. ശരിക്കും നമുക്കൊരു ഹെൽത്ത് 8 മണിക്കൂർ ശരിക്കും ഉറങ്ങണം ഡോക്ടർ പറഞ്ഞാൽ. അല്ലല്ല, അവിടെ പോയി നിങ്ങൾ കാണാനില്ല. വയനാട്ടിൽ ബ്രേക്കാ ഉണ്ടോന്ന് കേട്ടാ സാറില്ല. അപ്പൊ മനസ്സിലായി. ഇപ്പൊ ഞാൻ പറഞ്ഞത് എന്താ വെച്ചാ, മെയിനായിട്ട് പറഞ്ഞു തരുന്നത് എന്താ വെച്ചാ, എന്റെ വൈഫ് എനിക്കും ഇപ്പം എനിച്ചിട്ട് ഇന്നലെ രാത്രി ഉറങ്ങാനേ പറ്റില്ല. അതാണ് ഫസ്റ്റ് പരിപാടി. നോക്കുമ്പോ തന്നെ സുഖമായിട്ട് ഉറങ്ങിയിട്ടൊക്കെ ഉണ്ടാവും. പക്ഷെ ഈ ഉറക്കം പോരാന്ന് പറയുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഇഷ്യൂ ആണ് നമ്മളെ മൈൻഡിൽ കയറുന്നത്. ഇപ്പൊ നമുക്ക് മൈൻഡിൽ ഇതൊക്കെ എനിക്ക് മതി എന്ന് പറയുമ്പോഴത്തേക്ക് തന്നെ പകുതി സമാധാനമായി.
എത്രയും നേരം ഉറങ്ങാൻ പറ്റും, 7-8 മണിക്കൂർ ഉറങ്ങാൻ പറ്റിയ അത്രയും നല്ലതാണ്. പക്ഷെ അത് ഉറങ്ങാൻ പറ്റിയിട്ട് വേണ്ട. ആസ് യു ഗ്രോ ഓൾഡർ നമുക്ക് ഉറക്കം കുറയും, ഡെഫിനറ്റാ. അപ്പൊ അത് നമുക്ക് മനസ്സിലാക്കിയാൽ മതി. അത് മനസ്സിലാക്കിയിട്ടെങ്കിൽ നമുക്ക് ഉറക്കം കിട്ടിയാൽ നന്നായി. നമുക്ക് ഉറങ്ങാൻ വേണ്ടിയിട്ട് വാശിയിൽ അതിന് വേണ്ടിയിട്ട് സെഡേറ്റീവ് കഴിച്ചിട്ട് ഉറങ്ങണം എന്ന് തോന്നാന്ന് വെച്ചാൽ ദാറ്റ് ഇസ് ഇഷ്യൂ. മനസ്സിലാവണ്ട? One question. Thank you, George. Please. One question. Advocate Safil, no? Yes. Sir, ഈ മദ്യം കഴിച്ച may I ask? Yeah. ഈ മദ്യം കഴിച്ചാൽ റെസ്റ്റ് കുറയും, മോഡറേറ്റ് ഡ്രിങ്കിങ് നല്ലതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ചോദ്യം എവിടെയായിരുന്നു ഞാൻ ചോദിച്ചോണ്ട് വെയിറ്റ് ചെയ്തിരിക്കുക. അല്ലല്ല, ബേസിക്കലി മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാ, എന്റെ ടോക്ക് കഴിയുമ്പോഴത്തേക്ക് മിക്കവാറും ആൾക്കാർ എന്റെ സ്ഥലങ്ങളിലൊക്കെ ടോക്ക് വരുമ്പോൾ ഭാര്യമാരായിട്ട് വരാം. അപ്പൊ പറഞ്ഞു കേട്ടോ ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ തന്നെ പറഞ്ഞില്ല. സംഭവം അതാണ്. See, people who have liquor, it's not a bad thing to have. So everything I told you in moderation is good. Food is good, exercise is good, rest is good, everything in moderation. If you are used to having a drink and if you are having a couple of drinks, there's nothing wrong in it. It is not going to cause harm to your heart. മനസ്സിലായില്ലേ? ആൻഡ് ഇറ്റ് ഇസ് ഇപ്പൊ ഞാൻ ഓസ്ട്രേലിയയിലാകുമ്പോൾ ഞങ്ങളെ പ്രിസ്ക്രിപ്ഷനിൽ പേഷ്യന്റ് ഡിസ്ചാർജ്, ബൈപ്പാസ് കഴിഞ്ഞിട്ട് പേഷ്യന്റ് ഡിസ്ചാർജ് ചെയ്യുമ്പോൾ 2 ഗ്ലാസ് ഓഫ് റെഡ് വൈൻ എന്ന് എഴുതി കൊടുക്കാറുണ്ട്. അവിടെ റെഡ് വൈൻ ഉണ്ടാവും, ഇവിടെ വിസ്കി ഉള്ളൂ, അല്ലെങ്കിൽ റമ്മുള്ളൂ. അത് കാര്യമൊന്നുമില്ല. പക്ഷെ ഇറ്റ്സ് ലൈക്ക് ദിസ്. നമ്മൾ സെൻസിബിളി നമ്മൾ കഴിക്കേണ്ടത് കഴിക്കാന്നല്ലാതെ ഇറ്റ് ഇസ് നോട്ട് ദാറ്റ് നമ്മൾ ഒരു വാശിക്ക് കഴിക്കരുത്. സോ ടു അവോയ്ഡ് ഡ്രിങ്കിങ് വിത്ത് ഓൺ യുവർ ഓൺ ഇസ് ദ ബെസ്റ്റ് തിങ്. ബട്ട് ഹാവിംഗ് എ കമ്പനി വിൽ റെഡ്യൂസ് യുവർ ടൈം ഓഫ് ഹാവിംഗ് ഇറ്റ്. അതൊക്കെയാണ് അതിന്റെ കാര്യങ്ങൾ. ആൻഡ് ആൽക്കഹോൾ കഴിക്കാൻ നല്ലതാണെന്ന് പറയാൻ പറ്റില്ലായിരിക്കും. എന്ന് വെച്ചാൽ കഴിക്കാത്ത ആൾക്കാർ കഴിക്കില്ലല്ലോ. ആവശ്യമുള്ള ആൾക്കാർ, കഴിക്കുന്ന ആൾക്കാർ കഴിച്ചതിന് ഒരു തകരാറുമില്ല. ബട്ട് ഡോണ്ട് ഗോ ഓവർ ബോർഡ്. ജസ്റ്റ് ലൈക്ക് യുവർ ഫുഡ്, നെവർ ഗോ മോർ ദാൻ ദാറ്റ്. നമുക്ക് ആവശ്യമില്ല. ഹാവിംഗ് എ കപ്പിൾ ഓഫ് ഡ്രിങ്ക്സ് ഇസ് നോട്ട്, ഇറ്റ് സംടൈംസ് ഗിവ് യു എ ഗുഡ് സ്ലീപ്പ്. ഓക്കെ? Yes, sir. Thank you. Thank you. Doctor. Okay, next question, please. Advocate Subair from Calicut, please. Okay. My doubt is, ഒരു ബ്ലോക്ക് വന്നിട്ടുണ്ടെങ്കിൽ, ഒരു 80% ബ്ലോക്ക് ആണെങ്കിൽ നാച്ചുറൽ ബൈപ്പാസ് വായിച്ചിട്ടുണ്ടല്ലോ. അങ്ങനെ ഉണ്ടോ? അത് ഏതെങ്കിലും മെത്തേഡിലൂടെ അപ്പൊ മനസ്സിലാക്കുന്നത് എന്താ വെച്ചാൽ, ഇപ്പൊ നമ്മുടെ ശരീരത്തിൽ രക്തക്കുഴലിൽ ബ്ലോക്കുകൾ വരുന്നത് ഗ്രാജുവൽ ആയിട്ട് ഓവർ ടൈം ഏജിംഗ് പ്രോസസ്സിലാണ് പ്രോബ്ലം ഉണ്ടാവുന്നത്. ഈ പ്രോബ്ലം ഏജിംഗ് പ്രോസസ് പറഞ്ഞാൽ ഒരു 30, ഞാൻ എപ്പോഴും പറഞ്ഞ ഒരു 30 ഇയേഴ്സിൽ ഒരു 30% ബ്ലോക്ക് ഉണ്ടാവും, ഒരു 40 ഇയേഴ്സിൽ 40, 50, 60 ഇങ്ങനെ കൂടി വരും. ചില ആൾക്കാർക്ക് ഇറ്റ് അഗ്രസീവ്ലി ഇൻക്രീസസ്. അതാണ് നമുക്ക്, അത് പ്ലാക്കാണ്. ഇതിന് പറയാം PLAQUE. പല്ലിലൊക്കെ വരുന്ന മാതിരി പ്ലാക്സ് ഉള്ളിലും വരും, രക്തക്കുഴലിൽ. ഈ ബ്ലോക്കുകൾ വരുമ്പം ഗ്രാജുവലി വരാന്ന് വെച്ചാൽ, നമ്മളെ ബ്ലോക്ക് വരുമ്പോൾ അപ്പത്തേക്കും ഗ്രാജുവലി കൊലാട്രൽസ് അല്ല. ഈ കൊലാട്രൽസ് ഇസ് വാട്ട് കീപ്സ് യു അലൈവ്. ഇപ്പൊ നമ്മളെ കയ്യിൽ പെട്ടെന്ന് ഒരു ബ്ലോക്ക് വന്നാൽ കൈ ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല. പക്ഷെ ഹാർട്ട് അങ്ങനെയല്ല. ഹാർട്ടിന് കൊലാട്രൽസ് വേറെ വഴി കൂടെ വരും. അതൊക്കെയാണ് ഹാർട്ടിന്റെ കൊലാട്രൽസ്. അപ്പൊ ഇത് ആക്സലറേറ്റ് ചെയ്യല്ല. ദർ ആർ സോ മെനി തിങ്സ് വിച്ച് നോർമൽ ഫുഡ്, യുവർ ഡൂയിങ് എക്സസൈസ്, യുവർ ഏജിംഗ് പ്രോസസ് അങ്ങനെ വരും. പക്ഷെ അതിനൊരു ലിമിറ്റ് വരും. അപ്പൊ അയാൾക്ക് ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. അപ്പോഴാണ് ദേ കം ഫോർ യു. നമ്മൾ ആൻജിയോഗ്രാം ചെയ്ത് നോക്കാം, അതിന് ബ്ലോക്കിന് പ്രോബ്ലം ഉണ്ടോ, അത് നമുക്ക് കൊളാറ്ററലൈസ് ചെയ്താൽ മതി. ഇപ്പൊ നമുക്ക് 3 രക്തക്കുഴലിൽ ബ്ലോക്ക് ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ ഒരു രക്തക്കുഴലിന് ബൈപ്പാസ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവുള്ളൂ. ഈ കൊളാറ്ററൽസ് ടേക്ക് ഇറ്റ് അതർ തിങ്സ്. സോ ദാറ്റ് ഇസ് ഹൗ ഇറ്റ് ഇസ്. ഇറ്റ് ഇസ് നോട്ട് ലൈക്ക് ഈ നമ്പർ 1, 2 അങ്ങനെയൊന്നല്ല. ഇറ്റ് ഇസ് ഹൗ യു ഡിസേൺ ഇറ്റ്. നമ്മൾ നോക്കിയിട്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ട് ഇയാൾക്ക് എന്ത് ചെയ്യണം എന്നുള്ളത് ഇറ്റ് ഇസ് ടൈലർ മെയ്ഡ്. അപ്പൊ ചില ആൾക്കാർക്ക് നമ്മൾ പറയും, നിങ്ങൾക്ക് ഒന്നും ആവശ്യം തന്നെയല്ല, നിങ്ങൾക്ക് മരുന്ന് കൊണ്ട് കണ്ടിന്യൂ ചെയ്താൽ മതി. ഡയബറ്റീസും പ്രഷറും കൺട്രോൾ ചെയ്താൽ തന്നെ ഹീൽ ഗോ ഓൺ. ബിക്കോസ് അയാളുടെ ലൈഫ് സ്റ്റൈൽ അത്രേ ഉള്ളൂ. ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് ഓൺ എ ലൈഫ് സ്റ്റൈൽ. ഇപ്പൊ ചില ആൾക്കാർ വന്നത്, ഇപ്പൊ ഒരാൾ വന്ന് പറഞ്ഞു, എനിക്ക് 300 തെങ്ങ് കയറാൻ പറ്റുള്ളൂ സാറേ, ഞാൻ 500 കയറിയോണ്ടിരുന്നാണ്. ഇവിടെ നമുക്ക് ഒരു തെങ്ങ് കയറാൻ പറ്റില്ല, ഇല്ലേ? അപ്പൊ ഇങ്ങനത്തെ ആൾക്കാർക്ക് അയാളെ എഫേർട്ട് ടോളറൻസ് ഇൻക്രീസ് ചെയ്യാനും അയാൾക്ക് വർക്ക് ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നുള്ളൂ. അയാളിപ്പോ ഞാനിപ്പോ 20 കൊല്ലമായിട്ട് അയാൾ ഓപ്പറേറ്റ് ചെയ്ത്, ഇപ്പൊ ഹീസ് ഡൂയിങ് ദ സെയിം തിങ്. സോ ബ്ലഡ് സപ്ലൈ കൂടുതൽ കൊടുത്ത് പമ്പിംഗ് കൂട്ടാം ടു ഗെറ്റ് ഇൻ ബാക്ക് ടു ഹിസ് നോർമൽ 60% ഓഫ് എജെക്ഷൻ ഫ്രാക്ഷൻ. ഇതാണ് നമ്മൾ ചെയ്യുന്നത്. അല്ലാണ്ട് അയാൾക്ക് ഒരു ഇമ്മോർട്ടാലിറ്റി കൊടുക്കാനല്ല നമ്മൾ ചെയ്യുന്നത്. ഇതാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, Next, please.
അഡ്വക്കേറ്റ് വി പി രാധാകൃഷ്ണൻ Yeah. യെസ് ഫ്രോം കാലിക്കറ്റ് പ്ലീസ്. ഗുഡ് ഈവനിങ് ഡോക്ടർ. എന്റെ സംശയം എന്താ വെച്ചാൽ നമ്മള് ഹെൽത്ത് ചെക്കപ്പിനെ പറ്റി പറയാറുണ്ടല്ലോ. അപ്പൊ ഇപ്പൊ ആണെങ്കിൽ പല ലാബിലും നമ്മൾ പാക്കേജസ് ഒക്കെ ആയിട്ട് ഹെൽത്ത് ചെക്കപ്പ് അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ അതില് എല്ലാ കാര്യങ്ങളും നോക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പൊ അങ്ങനെ നമ്മൾ ചെയ്യുന്നതിന് ഒരു പെർട്ടിക്കുലർ ഇന്റർവെൽ ഇത്ര കാലത്തിന് ഇടയിൽ ചെയ്യണം. അത് ഏതാണ്ട് നമുക്ക് അങ്ങനെ കറക്റ്റായിട്ട് പറയാൻ പറ്റില്ലെങ്കിലും ഒരു വലിയ കുഴപ്പമൊന്നും ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ച് ഏതാണ്ട് എത്ര കാലത്തിനിടയിൽ ചെക്ക് ചെയ്താൽ എന്തെങ്കിലും സാധ്യതകൾ ഉണ്ടെങ്കിൽ അറിയാൻ പറ്റും. അങ്ങനെ ഉണ്ടോ പറയാൻ പറ്റും? അപ്പൊ ഞാനിപ്പം മൈക്രോ ഹോസ്പിറ്റലിൽ ഇരുന്നാലും ഞാൻ പറയണത് എന്താ വെച്ചാൽ ഹെൽത്ത് ചെക്കപ്പ് ഈസ് ദ ബെസ്റ്റ് ഫിഷിംഗ് ഫോർ എ ഹോസ്പിറ്റൽ. മനസ്സിലാണ്ടോ പറഞ്ഞത്? യെസ് യെസ്. ഇപ്പം ഒരാളും ഹെൽത്ത് ചെക്കപ്പ് ചെയ്ത് മനസ്സമാധാനമായിട്ട് പോയിട്ടില്ല. മിക്കവാറും ഒരു ചെറിയ കിഴങ്ങനെയും കിട്ടും ഞങ്ങൾക്ക്. ഹെൽത്ത് ചെക്കപ്പ് ഈസ് ഓൺലി ടു ബി ഡൺ ഇഫ് നെസസറി എന്നാണ് എന്റെ അഭിപ്രായം. ഈ ഡോണ്ട് ഗോ ഫോർ ദാറ്റ് ഈ സിൽക്കിലുള്ള മാതിരി യു ഹാവ് ഡിസ്കൗണ്ട്സ് പറഞ്ഞിട്ട് പോവാണ്ടിരിക്കുകയാണ് നല്ലത് എന്റെ അഭിപ്രായം. ഐ വുഡൻ സേ യു ഷുഡ് ഗോ ഫോർ എ ഹെൽത്ത് ചെക്കപ്പ് ബിക്കോസ് യു കെയിം ഫ്രം ഗൾഫ്. നിങ്ങളിപ്പം ദുബായിലാണ്. അപ്പോൾ എനിക്ക് ഇവിടെ വന്നൊരു നാട്ടിൽ വന്ന് ഹെൽത്ത് ചെക്കപ്പ് ചെയ്ത് അവന്റെ മനസ്സമാനം അതോടെ തീർന്നിട്ട് മിക്കവാറും എന്തെങ്കിലും ഉണ്ടോ അതിനുള്ളിൽ. വൈ വറി? നമ്മൾ വി ആർ നോട്ട് ഗോയിങ് ടു ബി ഇമ്മോർട്ടൽ. നമുക്ക് എന്തെങ്കിലും ഇഷ്യൂ വന്നിട്ട് സിംറ്റംസ് കാണും. വളരെ കുറഞ്ഞ പെർസെന്റേജ് മാത്രമേ ഉള്ളൂ നമുക്ക് കണ്ടുപിടിച്ച കാരണം നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ ആ സിംറ്റംസ് അയാൾ ഇഗ്നോർ ചെയ്ത കാരണമായിരിക്കും. സിംറ്റംസ് ഇഗ്നോർ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്നും വരാനില്ല. അപ്പൊ ഈ ഹെൽത്ത് ചെക്കപ്പിൽ ഫാഡിൽ വീഴേണ്ട ആവശ്യമില്ല. പക്ഷെ ഞങ്ങളെ ഹോസ്പിറ്റലിൽ നല്ലതാണ്. ഐ തിങ്ക് 7:30 കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് ഡോക്ടർ ഫോർ ദി ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ പ്ലീസ്. അതെ ജയന്താണോ? Can I ask one more? Can I ask one more? Yeah, please, one more. Which food is which food is the best, veg or non-veg? And what is the best exercise for this middle-aged group? Okay, food, whatever you eat is your best food. Whatever you eat is your best food, but in moderation. Okay? And exercise, don't strain too much. Do only what you can. Don't think your neighbor can walk 2 kilometers, you want to walk. No. My mother walks today also for half an hour to 1 hour. She is 90 years old. But she does only what she can do. No one teaches her what to do. Same with everyone. So do what you like to do. Don't go for the fads. Don't think eating this is better, that is better. Nothing is better. In Gujarat, I don't think there is a non-vegetarian. We have the best hospitals there. Exactly. Okay. Thank you, Jay. Mr. Shankaragutti. Yeah. Please. Good evening, doctor. Good evening. Doctor, ഈ പാരന്റ്സിന് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായിരുന്നു വെച്ചാൽ കുട്ടികൾക്ക് അത് ഉണ്ടാവാനുള്ള ചാൻസ്. That's very important question. Genetic preponderance is very, very vital. കേട്ടോ. കൊറോണ ആർട്ടറി ഡിസീസ് ഉണ്ടാവുന്ന പേഷ്യൻസ് മിക്കവാറും എന്റെ അടുത്ത് ഞാൻ ചോദിക്കുന്ന ഫാമിലി ഹിസ്റ്ററി ഉണ്ടാവുന്ന. അപ്പം കുറെ ഉപ്പ മദറിന്റെ ബ്രദേഴ്സിന് ഒരു ഫാമിലി ഹിസ്റ്ററി ഉണ്ടെങ്കിൽ ആ ഫാമിലിയിൽ ദേ ഹാവ് ഡൺ സംതിങ് ജനറ്റിക്കലി വിച്ച് അതിന് ഉണ്ടാവാനുള്ള ചാൻസ് ഹൈയാണ്. ഇപ്പൊ ഡയബറ്റീസ് വരുന്നത് ഇറ്റ് ഇസ് ഹയർ. ഡസന്റ് മീൻ ദാറ്റ് ഇറ്റ് ഷുഡ് ഹാപ്പൻ. എപ്പോഴും അങ്ങനത്തെ ആൾക്കാർ കുറച്ചുകൂടി പ്രിക്കോഷൻ ആയിട്ട് ഇരിക്കുക, കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ഇരിക്കുക. സ്ട്രെസ് ചെയ്തിട്ട് നമുക്കിത് വരുന്ന വിചാരിച്ച് മനസ്സമാനം പോക്കണ്ട. പക്ഷെ യു ക്യാൻ ഓൾവേസ് തിങ്ക് ദാറ്റ് യു ക്യാൻ ഡു എ ലോട്ട് ഓഫ് ഈ കൺട്രോൾ ഇല്ല. ഈ ഞാൻ പറഞ്ഞ 60% ആൾക്കാർ മാതിരി നിങ്ങൾ മോഡിഫൈ ചെയ്യുക ലൈഫ് സ്റ്റൈൽ. കുറച്ചുകൂടി ആരോഗ്യമായിട്ട് ഇരിക്കുന്ന മാതിരി നോക്കാം. അത്രയ്ക്കേ ഉള്ളൂ. പക്ഷെ നമുക്ക് അത് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. ജനറ്റിക് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി വിൽ ഗെറ്റ് ഇറ്റ്. അത് ഉണ്ടാവാനുള്ള ചാൻസ് ഹയർ ആണെന്ന് മാത്രം മനസ്സിലാക്കിയാൽ കേട്ടോ. ഒരു പ്രത്യേകമില്ല. ഒരു എക്സസൈസും നല്ലതല്ല, ഒരു എക്സസൈസും നല്ലതല്ലാണ്ടുമല്ല. സോ whatever you do, it's good for health. ഇപ്പൊ ഞാൻ എക്സസൈസ് ചെയ്യുന്ന ആൾക്കാർ good for his health. See, I do exercise. It's good for me. I can drive properly, I can jump, I can dance, I can do anything. പക്ഷേ that doesn't mean that എനിക്ക് tomorrow coronary disease ഉണ്ടാവില്ല എന്ന് എനിക്ക് പറയാനൊന്നുമില്ല. എന്താ വെച്ചാൽ ഇതൊക്കെ ഞാൻ